പാമ്പിന് ഉപയോഗിച്ചുള്ള ഒരു മർഡർ ലോക ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കൈ പിടിച്ചു വെച്ചിട്ട് മൂർഖൻ പാമ്പിൻ്റെ തല പിടിച്ച് അവിടെ കടുപ്പിച്ചു എന്നുള്ളതാണ്. കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് നമ്മൾ ലൈവായിട്ടുള്ള ഫ്രഷ് ചിക്കൻ നമ്മൾ കെട്ടിവെച്ചിട്ടാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. കേരളത്തിൽ ഒരേ ഒരു കോബ്രയേ ഉള്ളൂ. ഈ രാജവെമ്പാല വിഷം ചീറ്റുമോ? ഇല്ലില്ല. വീടിനകത്ത് യൂറോപ്യൻ ക്ലോസറ്റിനകത്തു നിന്നൊക്കെ പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. AC-ക്കകത്തുനിന്നും അതുപോലെ ഫ്രിഡ്ജിനകത്തുനിന്നും ഒക്കെ. മെയിൽ ഫൈറ്റ് നടക്കുമ്പോൾ രണ്ട് പാമ്പിൻ്റെയും തല ഒരു വശത്തായിരിക്കും, വാല് മറ്റൊരു വശത്തായിരിക്കും, ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് ഇങ്ങനെ ഇരിക്കും. മീറ്റിംഗ് നടക്കുന്നത് ആക്ച്വലി അത് പലപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. 6000 മരണങ്ങൾ നടക്കുന്ന സ്റ്റേറ്റ്സ് ഉണ്ട് ഒരു വർഷം പാമ്പ് കടിയെ. അതേത് സ്റ്റേറ്റ്? നമ്മൾ ഈ കാണിക്കുന്നതിന് മാത്രമുള്ള ഫോബിയക്കുള്ള പേടിക്കുള്ള ആളാണോ പാമ്പ്? മുതിർന്ന വെള്ളിക്കട്ടൻ കടിച്ചാലും ചിലപ്പോൾ അറിയണമെന്നില്ല. ഈ കൊതുക് കടിച്ചതുപോലെയൊക്കെ തോന്നുള്ളൂ. ഈ പാമ്പുകൾ ആജീവനാന്തം വളർന്നുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. അല്ലെങ്കിൽ ഇതിനെ പേടി ഇതും കൂടി. കൈയില്ല, കാലില്ല, കേൾക്കാൻ ചെവിയുമില്ല. ഇത്രയധികം പരിമിതികൾ ഉണ്ടായിട്ടും പാമ്പുകളോടുള്ള പേടി കോടിക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന് കൈമാറി കിട്ടിയതാണ്. ദിനോസറുകളുടെ കാലം മുതലുള്ള ഈ ജീവിയെ ചുറ്റിപ്പറ്റി പാതിവെന്ത അറിവുകൾ മാത്രമാണ് ഇന്നും മനുഷ്യർക്കുള്ളത്. പാമ്പുമിത്തുകളെ പൊളിച്ച് പാമ്പെന്ന ജീവിയെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ. പ്രതിവർഷം 100-ലധികം പാമ്പ് കടിയേറ്റുള്ള മരണം കേരളത്തിൽ നടക്കുമ്പോൾ അത് 20-ൽ താഴെയായി ചുരുക്കാൻ സാധിച്ചത് സർപ്പ എന്ന സംരംഭത്തിൻ്റെ ഇടപെടലിലൂടെയാണ്. ആ സർപ്പയുടെ നോഡൽ ഓഫീസറായ ശ്രീ മുഹമ്മദ് അൻവറാണ് ഇന്ന് സർവീസ് ടെയിൽസിൽ നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ദിനോസറുകളുടെ കാലം മുതൽ സകല വംശനാശങ്ങളെയും അതിജീവിച്ച് എത്തിയ ഒരു ജീവിവർഗമാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. കയ്യും കാലും ഒക്കെ ഉണ്ടായിരുന്ന ഈ പാമ്പുകൾ അതൊക്കെ ലോപിച്ച് ഇന്നിപ്പം കുഴൽ പോലുള്ളൊരു ശരീരം ഉള്ളൊരു ജീവിവർഗമായി പരിണമിച്ചൊരു കഥ പറഞ്ഞു തുടങ്ങാമെന്ന് കരുതുന്നു. ക്രെട്ടേഷ്യസ് ഏജ് എന്ന് പറയും. 1450 ലക്ഷം വർഷം മുമ്പ് തന്നെ പലതരത്തിലുള്ള പാമ്പുകൾ ഭൂമിയിലുണ്ടായിരുന്നു. ഈ പാമ്പുകളുടെ ഒരു ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓന്തുവർഗത്തിൽപ്പെട്ട ജീവികളൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂമിയിൽ ഉൽക്കപതിച്ചിട്ടോ മറ്റോ പൊടിപടലങ്ങൾ കൂടിയത് കൊണ്ടോ ഒക്കെ അന്തരീക്ഷ വായുവിൽ അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ മാളങ്ങളിലേക്ക് ഉൾവലിയാനും കുറച്ച് ആഹാരം മാത്രം എടുത്തിട്ട് അതിജീവിക്കാനും മാളങ്ങളിൽ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടാനും അതിലൂടെ ഇങ്ങനെ തുടർച്ചയായിട്ട് സഞ്ചരിക്കാനും ഒക്കെ ഉള്ള തരത്തിലുള്ള കാലുകൾ ക്രമേണ ലോപിച്ച് കാലുകൾ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതായി, സ്കള്ള് ചെറുതായി വന്നു, ഉടലിന് നീളം കൂടി വന്നു. അപ്പോൾ അത്തരത്തിലുള്ള പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങളോടുകൂടി അവ തുടർച്ചയായി ഈ കാലം വരെയും പലതരത്തിലുള്ള വലിയ മാറ്റങ്ങൾ, വൻ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ അതിജീവിച്ചിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പരിണാമപരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സർവൈവൽ സ്കിൽസ് വളരെ കൂടുതലാണ്. ആഴ്ചകളോളോ മാസങ്ങളോളോ ആഹാരം കിട്ടിയില്ലെങ്കിൽ പോലും അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്തിട്ട് അതിജീവിക്കാനുള്ള ഒരു കഴിവ് പലയിനം പാമ്പുകൾക്കുണ്ട്. ഇപ്പം വലിയ മലമ്പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 വർഷത്തിലധികം പോലും ഭക്ഷണമൊന്നും കഴിക്കാതിരുന്ന പാമ്പുകളെ പറ്റിയുള്ള റിപ്പോർട്ട്സ് ഉണ്ട് നമുക്ക്. വലിയ ഇരയും അതിന് കഴിക്കാൻ സാധിക്കും. ഇപ്പം ചെറിയ പക്ഷികൾ, എലികൾ, തവളകൾ, ചെറുപ്രാണികൾ, മറ്റ് പാമ്പുകൾ, ചെതലുകളെ, അതിന്റെ മുട്ട, അതുപോലെ മറ്റ് പക്ഷികൾ അതിന്റെ മുട്ടയൊക്കെ കഴിക്കുന്ന പാമ്പുകളുണ്ട്. ചെറിയ ബ്രാഹ്മണി വേംസ്നേക്ക് എന്ന് പറയുന്ന പാമ്പ് ചെതലുകളെയൊക്കെയാണ് കൂടുതൽ കഴിക്കുക. അതിന്റെ വായൊക്കെ വളരെ ചെറുതാണ്. ഇത് വിഷമില്ലാത്തൊരു പാമ്പാണ്. ഇല്ല, കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ മണ്ണിരയെ പോലെ ഇരിക്കും. അതിന് വേറെ ചില പ്രത്യേകതകളും കൂടിയുണ്ട്. അത് പാർത്തിനോജനറ്റിക് ആണ്. അതിൽ മെയിലില്ല. മുട്ടയിടുന്നു, ആ മുട്ട വിരിഞ്ഞു കുഞ്ഞുണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. പുറത്തു വരുന്നു. ആണുങ്ങളെ ഇല്ല എന്നുള്ളതാണ്. അല്ല, അതിൽ ബ്രാഹ്മണി വേംസ്നേക്കിലും ബീക്ക്ഡ് വേംസ്നേക്കിലും അങ്ങനെ തന്നെയാണ്. അതായത് ആഹാരത്തിൻ്റെ ഒരു ലഭ്യത കുറവാണെങ്കിൽ പോലും വളരെ കുറച്ച് കിട്ടുന്ന ആഹാരത്തിൽ നാളുകളോളം ആഴ്ചകളോളം അതിജീവിക്കാനുള്ള ഒരു കഴിവ്, ഇര പിടിക്കാനുള്ള കഴിവ്, മാളങ്ങൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കാൻ ഒക്കെ ഉള്ള ഒരു കഴിവ്, അതുപോലെ വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ ആവശ്യകത വളരെ കുറവാണ്. ഒരുപാട് പരിമിതികൾ ഉള്ളൊരു ജീവിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് കൈയില്ല, കാലില്ല, കണ്ണ്, കാഴ്ചശക്തി നന്നായിട്ടില്ല, കേൾവിയില്ല, ചെവിയില്ല. പക്ഷെ എന്നിട്ടും അത് ഇത്രയും നൂറ്റാണ്ടുകൾ അത് അതിജീവിച്ചു. പക്ഷെ പൊതുവെ അതിജീവന കഥകൾ നമ്മൾ നോക്കുമ്പോൾ സോഷ്യലായിട്ട് ജീവിക്കുന്ന ജീവികൾക്കാണ് എപ്പോഴും ഒരു അതിജീവന ശേഷിയുള്ളത്. പാമ്പ് ഒരു സോഷ്യൽ ജീവി അല്ലല്ലോ, എന്നിട്ടും അത് അതിജീവിച്ചു. അപ്പം ആ അതിജീവനത്തിന് അതിന് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് വിഷമാണോ?
വിഷമുള്ള പാമ്പുകൾ ബേസിക്കലി ഇര പിടിക്കാൻ തന്നെയാണ് അതിന്റെ വിഷം ഉപയോഗിക്കുന്നത്. അത് പൊതുവിൽ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് വിഷപ്പാമ്പുകൾ ഒരു ശത്രുവിനെ കടിക്കുമ്പോൾ വിഷം കുത്തിവെക്കും, എന്നാൽ അത് കഴിക്കുന്ന ഒരു ഇരയുടെ ദേഹത്തേക്ക് വിഷം കുത്തിവെക്കില്ല എന്നൊരു ധാരണയുണ്ട്. വെനം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ആക്ച്വലി വെനം, പോയിസൺ എന്ന് പറയുന്നത് രണ്ടും രണ്ട് സംഗതികളാണ്, വ്യത്യസ്ത സംഗതികളാണ്. വെനം എന്ന് പറയുന്നത് ആക്ച്വലി ഇൻജസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, വായിലൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ദഹിച്ചു പോകുന്ന പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് ആണ്, ദഹനരസമാണ്. നമ്മുടെ സലൈവയുടെ തന്നെ, ഉമിനീരിന്റെ തന്നെ ഒരു മോഡിഫൈഡ് ഫോം ആണ് എന്നുള്ളതാണ്. അതെ, സ്ട്രോങ് വെർഷൻ ആണ്, ദഹനരസമാണ്. അത് ബ്ലഡിൽ കലരുമ്പോഴാണ്, കുത്തിവെക്കപ്പെട്ട് രക്തത്തിൽ കലരുമ്പോഴാണ് അപകടകാരിയാകുന്നത്. പോയിസൺ ഏത് രൂപത്തിലുള്ളിലേക്ക് കലർന്നു കഴിഞ്ഞാലും, കയറി കഴിഞ്ഞാലും അത് അപകടകാരിയാണ്. അപ്പോൾ വെനമായതുകൊണ്ട് ഇത് ഇരജീവിയുടെ ദേഹത്തേക്ക് കുത്തിവെക്കുമ്പോഴേക്കും ആ ഇരജീവി ദഹിക്കാൻ തുടങ്ങുന്നു. ഈ പാമ്പിന് സുരക്ഷിതമായി അതിനെടുത്ത് കഴിക്കാം എന്നുള്ളതാണ്. ഈ ശത്രുവിനെ കടിക്കുമ്പോഴേക്കും പരമാവധി അത് വിഷം ഇഞ്ചക്ട് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുക. അതിന് സ്വയം രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ അത് പലപ്പോഴും പേടിപ്പിക്കാറേ ഉള്ളൂ. അതാണ് സ്യൂഡോ ബൈറ്റ്സ് അല്ലെങ്കിൽ ഡ്രൈ ബൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. വിഷപ്പാമ്പിന്റെ കടി എന്ന് പറഞ്ഞാൽ കൂടുതലും ബഹുഭൂരിപക്ഷവും ഡ്രൈ ബൈറ്റ് തന്നെയാണ്. പല ഇരജീവിയെ പിടികൂടി അതിനെ ചേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഒരെണ്ണത്തിനെ കിട്ടുന്നത്. അപ്പോൾ അനാവശ്യമായി ഇതിങ്ങനെ വിഷം വേസ്റ്റ് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലപ്രദമായിട്ട് ഇരയെ പിടിക്കാൻ, ചിലപ്പോൾ ഇരയെ കാണുന്ന സമയത്ത് വിഷം സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പിടിക്കാൻ പറ്റില്ല, ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് സമയമെടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഒരു ഇര പിടിക്കേണ്ടുന്ന സമയത്ത് ആവശ്യത്തിന് വെനം സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് സർവൈവൽ തന്നെ അതിന് ചോദ്യചിഹ്നമായി തീരും. പാമ്പ് പിടിച്ച ജീവിയിൽ വിഷം ഉണ്ടാവും. അതിന്റെ ദേഹത്ത് വെനം ഇഞ്ചക്ട് ചെയ്യും. ആ വെനത്തിന്റെ ആക്ഷൻ കൊണ്ട് ചിലപ്പോൾ കടിച്ചിട്ട് വിട്ട് ആ ജീവി കുറച്ചും കൂടെ ഓടുമായിരിക്കും. ഓടി കുറച്ചങ്ങോട്ട് പോയിട്ടാണ് ഇത് അവിടെ വീണ് മരിക്കുക. അപ്പോൾ ഈ പാമ്പ് ഇതിനെ പിന്തുടർന്ന് പോയിട്ട് അതിനെ എടുത്ത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. പാമ്പ് ഇതിന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ ഈ വിഷത്തിന്റെ ആക്ഷൻ കൊണ്ട് ഇത് ദഹിക്കാൻ ആരംഭിച്ചിട്ടുണ്ടാവും. കാരണം അത് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് അതിലുള്ളത് എന്നുള്ളതാണ്. പല ജീവികളിലേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പാരന്റൽ കെയറും കിട്ടാതെ, അമ്മയുടെയോ അച്ഛന്റെയോ സ്നേഹമോ കരുതലോ ഒരു സംരക്ഷണമോ ഒന്നും കിട്ടാതെ ജീവിച്ച് അനാഥ ബാല്യങ്ങളാണ്. അനാഥരായിട്ട് ജനിച്ച് അനാഥരായിട്ട് ജീവിച്ചു വരുന്ന കാറ്റഗറിയാണ് പാമ്പുകൾ. ഇനിയിപ്പോ മുതിർന്ന ജീവികളായാൽ പോലും പല ജീവികൾക്കും ആ ഒരു കൂട്ടമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. ചെന്നായ്ക്കൾക്ക് ആ ഒരു പാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സംഘം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. ആ പാക്ക് പോയപ്പോഴാണല്ലോ നമ്മൾക്ക് മെരുങ്ങുന്ന അവസ്ഥയിൽ അവരുടെ ജീവിതം ഇപ്പൊ ആനക്കൂട്ടങ്ങളായാൽ പോലും ഒരു ആനക്കുഞ്ഞിനെ പരിപാലിക്കുന്നതും കൂട്ടത്തിൽ കൊണ്ടുനടന്ന് വളർത്തുന്നതും അമ്മയാന മാത്രമല്ല. പക്ഷെ മാളങ്ങളിലേക്ക് പോയി ജീവിക്കാനുള്ള ഒരു ശേഷിയും കൂടി അതിന്റെ ഒരു അതിജീവനത്തിൽ വലിയ ഘടകം. അതെ, പലതരം പരിവർത്തനങ്ങൾ, വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പുറത്തുണ്ടാവുമ്പോഴേക്കും മാളങ്ങളിലേക്ക് ഉൾവലിയാനും അവിടെ അറ്റാക്ക് എപ്പോഴും മണ്ണിന് മുകളിലാണ് സാധ്യത കൂടുതൽ. അതെ, ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് വരിക, ഇര പിടിക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് പോവുക. ഇപ്പൊ ബൈബിളിൽ പാമ്പുകളെ പറ്റി പറയുന്നത് നിങ്ങൾ പാമ്പുകളെ പോലെ വിവേകമുള്ളവരാവുക എന്ന ഒരു ഭാഗം പഠിക്കണം. പ്രശ്നമുള്ളയിടത്ത് വരാതിരിക്കുക, സ്കൂട്ടാവുക എന്നുള്ളതാണ്. നമ്മളെ മാളത്തിലേക്ക് പോലും അതിന് സഹായിക്കും വിധം അതിന്റെ ശരീരം പരിണമിച്ച് രൂപാന്തരപ്പെട്ടതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫിസിക്കുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈയും കാലും ഒക്കെ ഉള്ള ആൾക്കാർ, ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കുള്ള പല കഴിവുകളും പാമ്പുകൾക്കില്ല. കേൾവിയില്ല, അതുപോലെ കാഴ്ചശക്തി വളരെ പരിമിതമാണ്, അതുപോലെ നിറങ്ങൾ തിരിച്ചറിയാനുള്ള ആ തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാഴ്ചശക്തി ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളെക്കാൾ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ കൈകാലുകളില്ലാത്ത പാമ്പുകൾ നന്നായിട്ട് ചെയ്യും. ഇപ്പം നീന്തുക, വെള്ളത്തിലൂടെ നീന്തുക, അല്ലെങ്കിൽ മരം കയറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാമ്പുകൾ നന്നായിട്ട് കൈകാലുകളില്ലാതെ തന്നെ ചെയ്യും. കൈയും കാലും ഇല്ലാത്തൊരു മനുഷ്യന് ഈ മരത്തിൽ കയറുക അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നീന്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പേടിക്കുന്ന പലതുണ്ട്. ഇപ്പൊ തീ നമുക്ക് പേടിയാണ്. ഇപ്പൊ കുട്ടികൾ തീ തൊട്ടിട്ട് കൈ പൊള്ളുമ്പോഴാണ് പിന്നീട് എല്ലാ കാലത്തും തീ പേടിയാവുന്നത്. നമ്മളിപ്പം നഗരങ്ങളിൽ ജീവിക്കുന്നവരാണ്. പാമ്പിനെ അങ്ങനെ നിത്യേനൊന്നും കാണുന്നില്ല. ജീവിതത്തിൽ വളരെ കുറഞ്ഞ തവണയെ ഞാനൊക്കെ പാമ്പിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ പാമ്പെന്നത് എന്നെ സംബന്ധിച്ചൊരു ഭയപ്പെടുത്തുന്ന രൂപമാണ്. അത് ഉണ്ട് എന്നുള്ള പേര് തന്നെ എന്നെ ഭയപ്പെടുത്തും. അതിനെ ദൂരെ കാണുന്നത് എന്നെ ഭയപ്പെടുത്തും. അത് എൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ആ ഭയം
എന്ന് പറയുന്നത് സാവന്ന കാലം മുതലേ മനുഷ്യർ വേട്ടയാടി നടന്നിരുന്ന കാലം മുതൽ നമ്മുടെ ജീനിൽ നമ്മളറിയാതെ ഒളിഞ്ഞ് വന്നു കൂടിയ ഒരു പേടിയാണ്. അത് നമ്മൾ കോടിക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ അതിനെ പേറി നടക്കുവാണെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. ബേസിക്കലി പ്രൈമേറ്റ്സിന്റെ ഒക്കെ ജീൻസിൽ ഇതുണ്ട്. അതായത് ഈ പാമ്പിനെ പറ്റിയുള്ള എന്തെങ്കിലും ഭീകരകഥകൾ കേട്ടിട്ട് നമ്മുടെ മനസ്സിലുണ്ടായി വന്നൊരു ഭയം അല്ല എന്നുള്ളതാണ്. ജന്മന തന്നെ നമ്മുടെ ജീൻസിൽ പാമ്പിനോടുള്ള ഒരു ഭയമുണ്ട്. മനുഷ്യന്റെ പൂർവികർ ആഫ്രിക്കൻ സാവന്നാസിൽ ജീവിച്ചിരുന്നു, അവിടെ വേട്ടയാടി ജീവിച്ചിരുന്നു. അപ്പൊ അവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും പലതരത്തിലുള്ള ശത്രുക്കളും ഒക്കെ ഉണ്ട്. ഈ വന്യജീവികളൊക്കെ അവരുടെ ശത്രുക്കൾ തന്നെയാണ്. ഇതിൽ ഏത് ജീവിയായാലും ഈ തുറസായിട്ടുള്ള വനപ്രദേശങ്ങളിൽ സാവന്നാസിൽ അവർ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഈ സാന്നിധ്യം അറിയാൻ പറ്റും, ഗന്ധത്തിലൂടെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ആനയൊക്കെ മരത്തിന്റെ ചില്ലയൊടിക്കുന്നത് ആ ശബ്ദത്തിലൂടെ അറിയാൻ പറ്റും, കാഴ്ചയിലൂടെ അറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു സാധ്യതകളും ഇല്ലാത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്ന പാമ്പുകളാണ്. നമുക്കൊരു വാണിംഗ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തരാതെ നമ്മളെ വളരെ തൊട്ടടുത്ത് വരുന്നു, കടിക്കുന്നു. പക്ഷെ നമ്മൾ 4 മൂലയ്ക്കും കുറച്ച് വിറക് ശേഖരിച്ചിട്ട് അവിടെ ഒരു തീയൊക്കെ ഇട്ടിട്ട് അതിന്റെ മധ്യഭാഗത്തായിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഈ തീയുടെയും പുകയുടെയും ഒക്കെ സാന്നിധ്യം, അത് മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് പരമാവധി ആനയും മറ്റ് ജീവികളൊന്നും അങ്ങോട്ട് വരാതിരിക്കലാണ് സാധാരണ ചെയ്യാറ്. പാമ്പ് വരും, കിടന്നുറങ്ങുന്ന സമയത്തും പാമ്പ് വരും, ചിലപ്പോൾ ആളെ കടിക്കാം. അപ്പോൾ മുന്നറിയിപ്പും തരാതെ നമ്മളെ വന്ന് അപകടപ്പെടുത്തുന്ന, പതിയിരുന്ന് ആക്രമിക്കുന്ന എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ ഒരു ഭയം ക്രമേണ. ഒരു 100-ലധികം ആൾക്കാർ ഒരു 5 വർഷം മുമ്പ് വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടതായിട്ടുള്ള കണക്കുകളുണ്ട്. അതിലൊരു 80% പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ മരണനിരക്കിൽ പാമ്പ് കടിയേറ്റുള്ള മരണം വന്യജീവി ആക്രമണത്തിൽ പെടുത്തിയിട്ടില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പാമ്പ് കടി ഏൽക്കുന്നത് കൂടുതലും ജനവാസ മേഖലകളിലാണ്, വനത്തിന് പുറത്താണ്. അവിടെ ഈ വനത്തിനകത്തേക്ക് പോയിട്ട് വന്യജീവികൾ മൂലം അപകടം ഉണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ വന്യജീവികൾ പുറത്തേക്ക് വന്നിട്ട് അപകടം ഉണ്ടായാലോ നഷ്ടപരിഹാരം കൊടുക്കും. അത് മിക്കവാറും സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ട്, കേരളത്തിലും അതുണ്ട്. കേരളത്തിൽ പക്ഷേ മുമ്പ് മുതലേ തന്നെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കണക്കിൽ ഈ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വരുന്നത്. മറ്റു പല സ്റ്റേറ്റ്സിലും പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. ആക്ച്വലി ചില സ്റ്റേറ്റ്സിലൊക്കെ ഏതാണ്ട് 2000-ലധികം 6000 മരണങ്ങൾ നടക്കുന്ന സ്റ്റേറ്റ്സ് ഉണ്ട് ഒരു വർഷം പാമ്പ് കടിയേറ്റ്. ഒഡീഷയിൽ 2000-ഓളം മരണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളത് വീണ്ടും കുറച്ചുകൊണ്ടൊന്ന് 0 ആക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പാമ്പിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്, കാരണം അതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും അധികം മിത്തുകൾ ഉള്ളത്. അതില് പാമ്പിന് ചെവിയില്ല, പക്ഷെ അതിന് തരംഗങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയുണ്ട്. പിന്നെ അതിൻ്റെ കാഴ്ച ശരിക്കും എങ്ങനെയാണ്? ക്ലിയർ വിഷൻ ആണോ, അതോ മാനുകളൊക്കെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലാണോ കാണുന്നത്, അതോ ഈച്ചേനെ പോലെ പിക്സലായിട്ടാണോ കാണുന്നത്? പാമ്പുകൾ പരിസരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പരിസരവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനമായും 3-4 രീതിയിലാണ്. ഒന്ന് കാഴ്ചയാണ്. ചുറ്റുമുള്ള വസ്തുക്കളെ അതിന് കാണാൻ സാധിക്കുന്നു, പക്ഷെ കാഴ്ച വളരെ പരിമിതമാണ്. നമ്മളെപ്പോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു കളർ വിഷനോ അല്ലെങ്കിൽ മറ്റ് ചില ജീവികളെ പോലെ ക്ലിയർ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനോ ഒന്നും പാമ്പുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ചില പാമ്പുകൾക്ക് ചലിക്കാത്ത വസ്തുവിൻ്റെയും സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. ചില പാമ്പുകൾക്ക് ആ മുന്നിലുള്ള വസ്തു ചലിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മൂർഖൻ പാമ്പിൻ്റെ മുന്നിലൊരു ജീവനുള്ള ഒരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുകയാണ്, നമ്മൾ ചലിക്കാത്തിടത്തോളം നമ്മുടെ സാന്നിധ്യം പാമ്പിന് അത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കേൾവിയെ സംബന്ധിച്ചിടത്തോളം പാമ്പുകൾക്ക് ഒരു എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല, ഇയർ ഡ്രംസ് ഇല്ല. അപ്പോൾ ബാഹ്യകർണങ്ങളും കർണപുടങ്ങളും ഒന്നുമില്ലാത്ത ജീവികളാണ്. പക്ഷെ നമ്മുടെ ചെവിക്കുള്ളിലുള്ള മാലിയസ് ഇൻകസ് ടേപ്സ് എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ 3 അസ്ഥികളുണ്ട്. ഈ സംവിധാനമൊന്നും പാമ്പുകൾക്കില്ല. പക്ഷെ പാമ്പുകളുടെ നമ്മുടെ സ്റ്റേപ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അസ്ഥിയാണ് അതിന്റെ ഈ കീഴ്ത്താടി എല്ലിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിലത്തിങ്ങനെ അമർന്ന് കിടക്കുന്ന സമയത്ത് നിലത്തുനിന്ന് അതിന് വൈബ്രേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പഴമക്കാരൊക്കെ പറയുന്നത് രാത്രി സമയങ്ങളിൽ നമ്മൾ വീട്ടിലേക്കൊക്കെ നടന്നു പോകുമ്പോൾ ചുവട് അമർത്തി ചവിട്ടി നടന്നു പോവുക എന്ന് പറയുന്നത്. ഇപ്പോൾ നിലത്തുള്ള വൈബ്രേഷൻസ് പാമ്പിന് സെൻസ് ചെയ്യാനും അതിനോട് പ്രതികരിക്കാനും പറ്റും. പക്ഷേ അന്തരീക്ഷത്തിലെ വൈബ്രേഷൻസ് അതിന് കേൾക്കാനോ പ്രതികരിക്കാനോ ഉള്ള കഴിവ് കുറവാണ്. പിന്നെ ചില പാമ്പുകൾക്ക്, എല്ലാ പാമ്പുകൾക്കും ഇല്ല, ടെമ്പറേച്ചർ വേരിയേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും. അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകൾക്കോ മലമ്പാമ്പ് പോലുള്ള പാമ്പുകൾക്കൊക്കെ ചില നമ്മൾ പിറ്റ് വൈപ്പേഴ്സ് എന്ന് പറയും, ഇവർക്കെല്ലാം പിറ്റ് ഓർഗൻസ് ഉണ്ട്. അവരുടെ കണ്ണിനും മൂക്കിനും ഇടയ്ക്കായിട്ട് ചെറിയ ഒരു ദ്വാരം ഉണ്ടാവും, അത് പിറ്റ് ഓർഗൻ ആണ്. അപ്പൊ അതിലൂടെ ടെമ്പറേച്ചർ വേരിയേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. എല്ലാ പാമ്പിനും അതില്ല, എല്ലാ പാമ്പിനും ഇല്ല, മലമ്പാമ്പിനൊക്കെ ഉണ്ട്.
ഓ പിന്നെ റസൽ സ്വൈപ്പർ പോലുള്ള അണലികൾക്ക് പിറ്റ് ഓർഗൻസ് ഇല്ലെങ്കിൽ പോലും അതിന് പക്ഷേ ടെമ്പറേച്ചർ വേരിയേഷൻസ് സെൻസ് ചെയ്യാൻ പറ്റും. മൂക്ക് പാമ്പിനുണ്ടെങ്കിലും പാമ്പ് മൂക്ക് കൊണ്ട് ശ്വസിക്കുന്നേ ഉള്ളൂ, ശ്വസിക്കുന്നത് മണം മാത്രമേ ഉള്ളൂ. പിടിക്കുന്നില്ല ഇല്ല, എന്നാണല്ലോ അതെ, പറയാം. അതെ. അതേസമയം തന്നെ പാമ്പിന്റെ മണം പിടിക്കല് അതിന്റെ നാവ് നാവിലൂടെ. നീട്ടിയിട്ട് ജേക്കബ്സൺസ് ഓർഗൻ അതെ, അതെ, മുകളിൽ അതെ. അണ്ണാക്കിൽ തട്ടിച്ചിട്ടാന്ന് അതെ, അതെ, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയും അപ്പൊ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ അങ്ങനെയാണ് പാമ്പ് മണക്കുവാന്ന് എങ്ങനെയാ പറയാ? മണം എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ സംഭവിക്കേണ്ട സാധനമാണല്ലേ ഗന്ധം എന്ന് പറയുന്നത്. ഗന്ധ തന്മാത്രകൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തെ വായുവിൽ കലർന്ന ഗന്ധ തന്മാത്രകൾ നമ്മുടെ ശ്വാസത്തോടൊപ്പം ഉള്ളിലേക്ക് പോകുന്നു. അതിലൂടെ നമ്മൾ ഗന്ധം തിരിച്ചറിയുന്നു. സിമിലർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് പാമ്പ് ഇങ്ങനെ അതിന്റെ രണ്ടായി കീറിയ അല്ലെങ്കിൽ രണ്ടായി പിരിഞ്ഞ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇടുമ്പോഴേക്കും അതിൽ ഈ ഗന്ധ തന്മാത്രകൾ അത് ശേഖരിക്കുകയും ശേഖരിക്കുന്നത് ഗന്ധ തന്മാത്രയാണ്, അതുകൊണ്ടാണ് മണം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഉപയോഗിക്കുന്നത് നാക്കാണ്. അതാണ് പലപ്പോഴും നമ്മൾ ടേസ്റ്റിംഗ് ദ സ്മെൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ മൂക്കിലൂടെ അല്ല, നാവിലൂടെയാണ് അത് മറ്റ് ഈ ജീവികളുടെ സാന്നിധ്യമൊക്കെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഗന്ധം തിരിച്ചറിയുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ആക്ച്വലി നമ്മളെപ്പോലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഓൾഫാക്ടറി സെൻസ് ഒന്നും പാമ്പുകൾക്കില്ല. ശരിക്കും നമ്മളെക്കാൾ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഓൾഫാക്ടറി സെൻസസ് ആണ് പാമ്പുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളുടെയും ഗന്ധം അതിന് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ പലപ്പോഴും പാമ്പുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകളൊക്കെ പറഞ്ഞു കേൾക്കുന്നതിൽ വെളുത്തുള്ളി ചതച്ചിടുക, മണ്ണെണ്ണ ഒഴിക്കുക, പിന്നെ അതിബുദ്ധിമാന്മാര് മണ്ണെണ്ണയും സമം വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിക്കണമെന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ വെളുത്തുള്ളിയുടെ മണമുള്ള ഒരു ചെടിയുണ്ട്, അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നട്ടിട്ടുണ്ട് പാമ്പ് വരാതിരിക്കാൻ. ചെടികൾ പല ചെടികളുണ്ട്. പാൽക്കായം കലക്കി ഒഴിക്കലും അതിലൊരു നമ്പറാണ്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ ചെടികളുടെ കാര്യം പറയുമ്പോഴേക്കും പല ഇനത്തിൽപ്പെട്ട തുളസികൾ പാമ്പുകൾ വരാതിരിക്കാൻ നല്ലതാണെന്ന് ആൾക്കാർ വിശ്വസിക്കാറുണ്ട്. അതിൽ കൃഷ്ണ തുളസിയും രാമ തുളസിയും കർപ്പൂര തുളസിയും ഒക്കെ പെടും. ഈ കൃഷ്ണ തുളസിയിൽ ചുറ്റി വരിഞ്ഞിരുന്ന പാമ്പിനെയൊക്കെ നമ്മുടെ സർപ്പ വോളണ്ടിയർമാർ ധാരാളം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. റേഷൻ കടയിൽ മണ്ണെണ്ണ സൂക്ഷിക്കുന്ന റൂമിനകത്തുനിന്ന് പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പെട്രോളിന്റെ രൂക്ഷമായ ഗന്ധമുള്ള പെട്രോൾ പമ്പിനകത്തുനിന്നും പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം പെട്രോളിന്റെയോ ഡീസലിന്റെയോ മണ്ണെണ്ണയുടെയോ ഗന്ധമൊന്നും തിരിച്ചറിഞ്ഞിട്ട് അവിടേക്ക് പാമ്പ് വരാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ദേഹത്ത് വീണാ പൊള്ളും. അതിപ്പം മാളത്തിലേക്ക് പാമ്പ് കയറിപ്പോയി അങ്ങോട്ട് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വെപ്രാളപ്പെട്ട് പാമ്പ് വെളിയിലേക്ക് ചാടി വരുന്നത് കാണാം. അതെന്റെ ഗന്ധം തിരിച്ചറിഞ്ഞിട്ടല്ല, അതിന് ദേഹത്ത് വീഴുമ്പോൾ അത് പൊള്ളലേൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അതേ സമയം കൈതക്കാടുകളിൽ പാമ്പ് കൂടുതലായി കാണുന്നു പറയും. അതിപ്പോ കൈതയുടെ മണം കൊണ്ടല്ലേ? എന്താണ് അപ്പൊ സംഭവം? മണം കൊണ്ടിട്ടല്ല, അവിടെ ഈ അതിന് ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതകളുണ്ട്. എലി പോലുള്ള ജീവികളുടെയൊക്കെ സാന്നിധ്യമുണ്ട്. അപ്പൊ വീടിനടുത്തേക്ക് പാമ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒന്ന്, അതിനെ അട്രാക്ട് ചെയ്യുന്ന ഒളിയിടങ്ങൾ ഇല്ലാതിരിക്കുക. രണ്ട്, അതിനെ അട്രാക്ട് ചെയ്യുന്ന ഇരജീവികൾ ഇല്ലാതിരിക്കുക. ഇപ്പൊ കൈതക്കാടുകളിലോ അല്ലെങ്കിൽ പൈനാപ്പിൾ തോട്ടങ്ങളിലോ ഒക്കെ ഒന്ന് അതിന് സുരക്ഷിതമായിട്ട് ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലം ആവശ്യത്തിനുണ്ട്. പിന്നെ അതിന് ഭക്ഷണമാക്കാൻ പറ്റുന്ന ജീവികളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ശരീരത്തിനെ പറ്റി പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഒരു ഫീച്ചറാണ് സ്കെയിൽസ് എന്ന് പറയുന്നത്, ശൽക്കങ്ങൾ എന്ന് പറയുന്നത്. ആ ശൽക്കങ്ങള് പ്രോട്ടീൻ കൊണ്ടാണ്, കെരാറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയും. എനിക്ക് അതിനെ പറ്റി കുറച്ചും കൂടി വിശദമായിട്ട് സംസാരിക്കാൻ തോന്നുന്നു. പാമ്പുകൾക്ക് കൺപോളകളില്ല. അത് പാമ്പുകളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. കണ്ണടയ്ക്കാൻ പറ്റില്ല. പക്ഷേ അടയുന്നത് ഒരു സുതാര്യമായിട്ടുള്ള ഒരു സുതാര്യമായിട്ടുള്ള ഒരു ശൽക്കം അതിന്റെ കണ്ണിന്റെ മേൽഭാഗത്തായിട്ടുണ്ട്. പടം പൊഴിക്കുന്ന സമയത്ത് അത് ബ്രിൽ എന്നാണ് അതിന്റെ പേര്. അതും പൊഴിഞ്ഞു പോകാറുണ്ട്. ഇപ്പൊ പല്ലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ നാവ് നീട്ടിയിട്ട് കണ്ണിങ്ങനെ വൈപ്പ് ചെയ്യുന്നത്, കണ്ണ് വൃത്തിയാക്കുന്ന ഒരു ശീലമുണ്ട് അവർക്ക്. പാമ്പിനങ്ങനെ നാവ് നീട്ടിയിട്ട് കണ്ണ് വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോൾ ഈ പരുക്കൊക്കെ പറ്റാം, പോറലേൽക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പടം പൊഴിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ ആ ഒരു സുതാര്യമായ ഒരു ശൽക്കം കൂടി പൊഴിഞ്ഞു പോകാറാണ് പതിവ്. ഈ ശരീരം വളരുന്നതനുസരിച്ച്, കോശങ്ങൾ വളരുന്നതനുസരിച്ച് അതിന്റെ ശൽക്കം വളരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിങ്ങനെ നിലത്തഴഞ്ഞ് നടക്കുന്ന ജീവി ആയതുകൊണ്ട് ഈ ശൽക്കങ്ങളിൽ പലതരത്തിലുള്ള കേടുപാടുകളും ഡാമേജും ഒക്കെ ഉണ്ടാകാം. ശരിക്കും ശൽക്കങ്ങളുടെ താഴെയുള്ള ശൽക്കങ്ങൾ ഒരല്പം ഭാഗം ഫ്രീ ആയിരിക്കും, ബാക്കി ശരീരത്തോട് ചേർന്നിരിക്കും. ആ ഫ്രീ ആയിട്ടുള്ള ഭാഗം നിലത്ത് അമർത്തിയിട്ടൊക്കെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പാമ്പിന്റെ വാല് പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ശൽക്കങ്ങളൊക്കെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ മുന്നോട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് എടുക്കാവുള്ളൂ എന്നൊക്കെ നമ്മൾ റെസ്ക്യൂർമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാരണം ഇതാണ്. ശൽക്കങ്ങൾക്ക് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ പാമ്പിന് പിന്നെ സഞ്ചരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഡാമേജ് ഉണ്ടാകുന്ന ശൽക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊഴിക്കുന്നു. അത് വളർന്നു വരുന്നതനുസരിച്ച് അതിന്റെ വലുപ്പത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ശൽക്കങ്ങൾ വളരാത്തത് കൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾ വളരുന്നതനുസരിച്ച് ടൈറ്റ് ആവുന്ന ഉടുപ്പ്
മാറ്റിയിട്ട് ആ അളവിനുള്ള പാകത്തിനുള്ള ഉടുപ്പിടുന്നു ഇത്രയും പറഞ്ഞതുപോലെ അധികം തന്നെ. അതിജീവനശേഷി പരിണാമത്തിലൂടെ ഉണ്ടായ ഈ പാമ്പിന് എന്തുകൊണ്ടാണ് അതിനനുസരിച്ച് വളരുന്ന ശൽക്കം ഉണ്ടാവാൻ ഞാനിപ്പോ ആലോചിക്കുന്നത്. അത് ഈ പലരും വിചാരിക്കുന്നത് ഇപ്പൊ ശൽക്കം പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പാമ്പിന്റെ ഡിസൈനൊക്കെ മാറും എന്നൊക്കെ ധരിക്കാറുണ്ട്. ആക്ച്വലി ഇപ്പൊ ശൽക്കം പൊഴിഞ്ഞു പോയാലും പാമ്പിന്റെ ആ പാറ്റേൺ അത് തന്നെ ആയിരിക്കും. ഓ പുതുതായി വരുന്ന ശൽക്കത്തിലും പാറ്റേൺ അത് തന്നെ ആയിരിക്കും. ഇപ്പൊ ടൈഗറിനെ തിരിച്ചറിയുന്നു അതിന്റെ വരകൾ വെച്ചിട്ടാ, അതെ, സ്ട്രൈപ്സ് വെച്ചിട്ടാ. stripes. പുള്ളിപ്പുലിയെ തിരിച്ചറിയുന്നു അതിന്റെ റോസറ്റ്സ് എന്നാ പറയുന്നത്, അതിന്റെ ആ പുള്ളികൾ പുള്ളികൾ വെച്ചിട്ടാണ്. ഇതേ പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് ഒരു അണലിയെ തിരിച്ചറിയാൻ പറ്റും. രണ്ടണലിയുടെ ബോഡി പാറ്റേൺസ് ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. ഫിംഗർ പ്രിന്റ്സ് പോലെ. ഫിംഗർ പ്രിന്റ്സ് പോലെ. അതുപോലെ ഈ പടം പൊഴിച്ചു കഴിഞ്ഞാലേ പാമ്പിന്റെ തല കിടന്ന ഭാഗത്തേക്കായിരിക്കില്ല പാമ്പ് സഞ്ചരിച്ചിട്ടുണ്ടാവുക കേട്ടിട്ടുണ്ട്. അത് അതായത് ഇപ്പം എന്താണ് ഇൻസൈഡ് ഔട്ട് എന്നുള്ള രീതിയിലാണ് അതിങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്. ഒരു ലക്ഷണമൊത്ത രീതിയിലാണ് പടം പൊഴിക്കുന്നതെങ്കിൽ തല മുതൽ ഇങ്ങനെ പൊഴിച്ചിട്ട് അതിങ്ങനെ ഇഴഞ്ഞങ്ങോട്ട് പോകും. അപ്പോൾ ആദ്യം പൊഴിഞ്ഞു മാറുന്നത് തലയായിരിക്കും. ഇത് നേരെ ഊരി വാലറ്റം ലാസ്റ്റ് വരും. അപ്പോൾ പാമ്പ് അങ്ങോട്ട് പോകുന്നു. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ, പൊഴിച്ച പടത്തിൻ്റെ ഓറിയൻറ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ ആ ഒരു ലക്ഷണമൊത്ത രീതിയിലായിരിക്കണമെന്നില്ല പൊഴിക്കുന്നത്. ചിലപ്പോൾ പാട്ടൊക്കെ ആയിട്ടായിരിക്കും പൊഴിഞ്ഞു പോകുന്നത്. ഈ പൊഴിക്കുന്ന കാലാവധി എങ്ങനെയാണ്? ഒരു വർഷത്തിലൊരിക്കലാ? അത് അല്ല, അങ്ങനെയല്ല. അതായത് ഇപ്പം കുഞ്ഞു പാമ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളർച്ച വേഗത്തിലായിരിക്കും. ഈ പാമ്പുകൾ ആജീവനാന്തം വളർന്നുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. ആണോ? ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വളർച്ചയുടെ തോത് കുറയും എന്നുള്ളതേ ഉള്ളൂ. മരങ്ങളെ പോലെ തുടക്കത്തിൽ ചിലപ്പോൾ ജനിച്ച് 2 ആഴ്ചക്കുള്ളിൽ തന്നെ പടം പൊഴിക്കും. വീണ്ടും അടുത്തൊരു 2 ആഴ്ച ആകുമ്പോഴേക്കും വീണ്ടും പടം പൊഴിക്കും. കാരണം ആ ഒരു സമയത്ത് വളർച്ച വേഗത്തിലായിരിക്കും. പിന്നെ അതിന്റെ ആ വളർച്ചയുടെ ഇതിനനുസരിച്ച് മാസത്തിലൊന്ന്, 2 മാസത്തിലൊന്ന്, അങ്ങനെ ഒരു ക്രമത്തിലേക്ക് അത് വരും. വർഷത്തിൽ 5, 6, 7 തവണയൊക്കെ ആയിരിക്കും അത് പടം പൊഴി. പാമ്പുകളുടെ ലൈംഗിക അവയവങ്ങള് അതിന്റെ ഉള്ളിലാണ്, ആന്തരിക ലൈംഗിക അവയവമാണെന്ന് കേട്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവാണ്. പാമ്പിനെ കണ്ട മാത്രയിൽ അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. പിന്നൊന്ന്, പാമ്പിന്റെ പ്രായവും നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ല എന്നുള്ളത്. പ്രായത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലസ്റ്ററിൽ ഒരു 30 മുട്ട ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അത് വിരിഞ്ഞിറങ്ങുമ്പോഴേക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും 30 സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കാം. അവര് ആ സ്ഥലത്ത് തന്നെ താമസിക്കാതെ പല സ്ഥലങ്ങളിലേക്ക് പോയി എസ്റ്റാബ്ലിഷ് ചെയ്യും. അവർ താമസിക്കുന്ന 30 വ്യത്യസ്ത സ്ഥലങ്ങളിലെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ ഫുഡ് അവൈലബിലിറ്റിക്കും ഒക്കെ അനുസരിച്ച് അവരുടെ വളർച്ചയുടെ തോത് വ്യത്യാസമായിരിക്കും. ഒരു വർഷം കഴിഞ്ഞ് ഈ 30 പേരെയും പിടികൂടി അളന്നു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഒരു 20 ഹെക്ടർ വലുപ്പമുള്ളൊരു തേക്ക് തോട്ടം, അതിൽ കുറച്ച് പുഴയോട് ചേർന്നുള്ള പ്രദേശം ഉണ്ടാവും, വളരെ ഫെർട്ടൈലായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, കുറച്ച് മലയുടെ മേൽവശവും കല്ല് ഒക്കെ നിറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വളർച്ചയുടെ തോതും വലുപ്പവും വ്യത്യാസമായിരിക്കും. ഈ രണ്ടിനെ നമ്മൾ മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആനുവൽ റിങ്സ്, വാർഷിക വളയങ്ങൾ കൃത്യം 60 എണ്ണം തന്നെ ഉണ്ടാവും. രണ്ടിനും ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പാമ്പുകളുടെ പ്രായം കണക്കാക്കാൻ, ജീവനുള്ള പാമ്പുകളുടെ പ്രായം കണക്കാക്കാൻ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. മരിച്ചുപോയ ഒരു പാമ്പിന്റെ പ്രായം കണക്കാക്കാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കെൽട്ടൺ എടുത്തിട്ട്, അസ്ഥിയുടെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് സ്കെൽട്ടോക്രോണോഗ്രഫി എന്ന് പറയുന്ന അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നിട്ടാണ് ഈ പാമ്പ് മരിച്ചത് എന്നറിയാൻ പറ്റും. ആന്തരിക ലൈംഗിക അവയവം കണ്ട മാത്രയിൽ അതിന്റെ അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് പറയാൻ സാധിക്കാത്തത് അതിന്റെ ലൈംഗികാവയവങ്ങൾ ഉള്ളിലായതുകൊണ്ടാണ്. അങ്ങനെയാണ് ഈ ഇന്റേണൽ ആയിട്ടാണ് ഈ ലൈംഗികാവയവം എങ്കിൽ അതെങ്ങനെയാ മേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് മേറ്റിംഗ് സമയത്ത് അത് പുറത്തേക്ക് വരുന്നു? അതായത് ഇതിന് ഹെമിപെനിസ് എന്നാണ് പറയുന്നത്. ഈ എന്താണ് മെയിൽ ഓർഗൻ പറയുന്നത് ഹെമിപെനിസ് എന്നാണ്. അതിന്റെ അറ്റം 2ആയിട്ട് പിരിഞ്ഞാണ് ഇരിക്കുന്നത്. നാവ് പോലെ തന്നെ 2ആയിട്ട് പിരിഞ്ഞ്. പലപ്പോഴും ഈ മേറ്റിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആൺപാമ്പുകളുടെ ടെറിട്ടോറിയൽ ഫൈറ്റ് ആണ്. ഇണചേരൽ അവകാശത്തിന് വേണ്ടി അവർ തമ്മിൽ ഇങ്ങനെ മത്സരത്തിൽ ഏർപ്പെടുന്നു. തോൽക്കുന്ന ആൾ സ്ഥലം വിട്ടങ്ങ് പോകുന്നു, ജയിക്കുന്ന ആളിനാണ് പെൺപാമ്പുമായിട്ട് മേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുന്നത്. ടെറിട്ടോറിയൽ ഫൈറ്റ് അല്ലെങ്കിൽ മെയിൽ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ 1-2 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. മീറ്റിംഗ് നടക്കുന്നത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒതുങ്ങിയ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. മെയിൽ ഫൈറ്റ് നടക്കുമ്പോൾ 2 പാമ്പിന്റെയും തല ഒരു വശത്തായിരിക്കും, വാല് മറ്റൊരു വശത്തായിരിക്കും, ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് ഇങ്ങനെ ഇരിക്കും. മീറ്റിംഗ് നടക്കുന്നത് ആക്ച്വലി അത് പലപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. തല രണ്ടിന്റെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതിന്റെ ഈ എന്താണ് മലദ്വാരത്തിന്റെ ഭാഗം തമ്മിൽ ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ മേറ്റിംഗ് സമയത്ത് മെയിലിന്റെ ഈ ഹെമിപെനിസ് പുറത്തേക്ക് വരികയും അതിന്റെ ഒരു എഡ്ജ് അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടാണ് മേറ്റിംഗ് നടക്കുന്നത്. പ്രസവിക്കുന്നതുകൊണ്ട് മുട്ട ഇടുന്നതുകൊണ്ട്, പക്ഷെ അതേസമയം മുട്ട ഉള്ളിലുണ്ടായി മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നതുകൊണ്ട്. അപ്പം ആ വിഭാഗങ്ങൾ ഏതൊക്കെയാന്നൊക്കെ കൂടുതലും നമുക്ക് മുട്ടയിട്ട് വിരിഞ്ഞു വരുന്ന പാമ്പുകൾ തന്നെയാണ്. അതിന് ഓവിപാരസ് എന്നാണ് പറയുക. മൂർഖൻ പാമ്പ്, ചേര,
അതുപോലെ വെള്ളിക്കട്ടൻ, മലമ്പാമ്പ്, രാജവെമ്പാല, ഇതൊക്കെ മുട്ടയിട്ട് കുഞ്ഞുണ്ടാവുന്ന പാമ്പുകളാണ്, വിരിഞ്ഞു വരുന്ന പാമ്പുകളാണ്. പിന്നെ റസൽ സ്വൈപ്പർ, ചേനത്തണ്ടൻ, അതൊക്കെ ഓവോ വിവി പാരസ് എന്ന് പറയും. അതായത് മുട്ട ശരീരത്തിനുള്ളിൽ ഫോം ചെയ്തിട്ട് അത് വിരിഞ്ഞ് കുഞ്ഞായിട്ട് പുറത്തേക്ക് വരുന്നു, മുട്ടയായിട്ട് അത് പുറത്തേക്ക് ഇടുന്നില്ല. അത് ഓവോ വിവി പാരസ് എന്ന് പറയും. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ശരിക്കുള്ള പ്രസവം, വിവി പാരസ്. നമുക്ക് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പാമ്പുള്ളത് കേരള മഡ് സ്നേക്ക് എന്ന് പറയും. ചെളിക്കുട്ട അല്ലെങ്കിൽ കണ്ടം പാമ്പ് എന്നൊക്കെ പറയുന്ന മൈൽഡ്ലി വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പാണ്. മുട്ട ഉള്ളിൽ നിന്ന് വിരിഞ്ഞിട്ട് പുറത്തു വരിക എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് അത് അതിജീവനത്തിന്റെ ഏത് ഘട്ടത്തിൽ ആ രീതിയിലേക്ക് മാറുക? അതുകൊണ്ടുള്ളൊരു ഗുണം എന്താ? ഒന്നുകിൽ പ്രസവിക്കുക, അല്ലെ മുട്ടട്ട് വിരിയുക എന്നുള്ള ഒരു മാർഗം സ്വീകരിക്കാതെ ഉള്ളിൽ മുട്ട വിരിയിച്ചിട്ട് അത് പുറത്ത് വരാനുള്ള രീതിയിൽ അത് പരിണമിച്ചത് എന്തുകൊണ്ടായിരിക്കും? കുഞ്ഞുങ്ങൾ ഒരു തരത്തിലുള്ള പാരന്റൽ കെയറും കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷെ അത് കുഞ്ഞായിട്ട് പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു സാവകാശം കിട്ടുന്നതിനുള്ള, അതെ, മുട്ട പ്രിഡേറ്റഡ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഇപ്പം പ്രസവിച്ച ശേഷവും കുഞ്ഞുങ്ങളെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ജീവികളുണ്ട്. ഇപ്പൊ കങ്കാരുവിന്റെ കുഞ്ഞിനെ പല മത്സ്യങ്ങളും ഉണ്ട്. കുഞ്ഞ് ആയിക്കഴിഞ്ഞാലും അതിനെ വായ്ക്കുള്ളിൽ കൊണ്ടു നടക്കുന്നു. ചിലപ്പോൾ ഒരു ആഴ്ചകളോളം ഈ പാരന്റ്സിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത, ഇതിനെ സേഫ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ പുറത്തേക്ക് വിടുന്നു. പിറ്റ് വൈപ്പേഴ്സ് ഒക്കെ അങ്ങനെയാണ്, വൈപ്പർ അങ്ങനെയാണ്, പച്ചില പാമ്പുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ വിവി പാരസ് ആണ്. അതായത് മുട്ട ശരീരത്തിനുള്ളിൽ കൊണ്ടുനടന്നിട്ട് കുഞ്ഞുങ്ങളായിട്ട് പുറത്തേക്ക് വരുന്ന പാമ്പുകൾ. ഈ പാമ്പുകൾ തന്നെ മേറ്റിങ്ങിനും വ്യത്യാസം ഉണ്ടോ? പൊതുവിൽ ഒരേ രീതിയിൽ തന്നെയാണ്. അതായത് പെൺപാമ്പിന്റെ ഫിറോമോൺസ് എന്ന് പറയും, അത് ഈ കെമിക്കൽസ് ആണ്. ഓരോ സ്പീഷീസിനും ഓരോ തരത്തിലുള്ള ഫിറോമോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രോസ് ബ്രീഡിംഗ് ഒന്നും പാമ്പുകളുടെ കാര്യത്തിൽ പോസിബിൾ അല്ല. ഇപ്പം പലരും വിശ്വസിക്കാറുണ്ട് ചേരയും മൂർഖനും തമ്മിൽ ചേർന്നിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുമെന്നും. അതിൽ വേന്ദ്രൻ എന്ന് പറയുന്ന ഈ മൂർഖം ഉഗ്രവിഷമുള്ളതും ചേര ഒട്ടും വിഷമില്ലാത്തതുമാണ്, വേന്ദ്രന് ഇടതരം വിഷമുള്ളത് എന്നൊക്കെ ഈ രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ട്. ആക്ച്വലി അതൊന്നും പോസിബിൾ അല്ല. ഇപ്പൊ പെൺചേരയുടെ ഫിറോമോൺസ് സെൻസ് ചെയ്യാൻ ആൺചേരയ്ക്കേ സാധിക്കുകയുള്ളൂ. പെൺമൂർഖന്റെ ഫിറോമോൺസ് സെൻസ് ചെയ്യാൻ ആൺ മൂർഖനെ സാധിക്കുള്ളൂ. അപ്പോൾ ഈ മേറ്റിംഗ് സമയമാകുമ്പോഴേക്കും പെൺപാമ്പുകളുടെ ദേഹത്തുനിന്നുണ്ടാവുന്ന ഫിറോമോൺസ് ചിലപ്പോൾ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ആൺപാമ്പുകൾ സെൻസ് ചെയ്യുകയും ആ സ്ഥലത്തേക്ക് കുറെ ആൺപാമ്പുകൾ ആ സ്ഥലത്തേക്ക് വരും. ഇവർ തമ്മിൽ ടെറിട്ടോറിയൽ ഫൈറ്റ് ഉണ്ടാവും. എന്നിട്ട് അതിൽ വിജയിക്കുന്ന ആളാണ് ഈ പെൺപാമ്പുമായിട്ട് ഇണചേരുന്നത്. അപ്പോൾ ഈ ബ്രീഡിംഗ് സീസണിൽ തന്നെ, മേറ്റിംഗ് സീസണിൽ പാമ്പുകൾ കൂടുതൽ അഗ്രസീവ് ആവുമെന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ്. പലപ്പോഴും പാമ്പ് കടിക്കുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു മാരകമായ അളവിൽ വെനം കുത്തിവെക്കില്ല. പലപ്പോഴും ഡ്രൈ ബൈറ്റ്സ് ആകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ ബ്രീഡിംഗ് സീസൺ അല്ലെങ്കിൽ മേറ്റിംഗ് സീസണിൽ പാമ്പിന്റെ കടി എന്ന് പറഞ്ഞാൽ കൂടുതലും മാരകമായിരിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് മെയിൽ പാമ്പുകളൊക്കെ വളരെ ഒരു അഗ്രസീവ് നേച്ചറായിരിക്കും. ഈ ഫീമെയിലിന്റെ ഫിറോമോണൊക്കെ സെൻസ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പം ആള് അവിടെ മറ്റ് മെയിൽസിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗുസ്തിക്കൊക്കെ പോകുന്ന ഒരു മൂഡിലായിരിക്കും, അല്ലെങ്കിൽ കബഡി കളിക്കാൻ പോകുന്ന ഒരു മൂഡിലായിരിക്കും. ആ സമയത്ത് ഒരു ശത്രുവിനെയൊക്കെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് ബൈറ്റ് ചെയ്യാനും ഹ്യൂജ് ക്വാണ്ടിറ്റി വെനം ഇഞ്ചെക്ട് ചെയ്യാനും ഒക്കെ സാധ്യത. ഇപ്പൊ ഈ അടുത്ത് 2 കുട്ടികൾ മരിച്ചൊരു വീട്ടിലെ ധാരാളം പാമ്പുകളെ കിട്ടിയല്ലോ. അത് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു പെൺപാമ്പിന്റെ സാന്നിധ്യത്താൽ ഫിറമോണല ആകർഷിക്കപ്പെട്ട ഒരുപാട് ആൺപാമ്പുകൾ എത്തിയതായിരിക്കും. എന്താ അതിന്റെ ഒരു സാഹചര്യം? കുഞ്ഞാണ്. അതായത് അവിടെ ജനിച്ച ആ വീടിന്റെ പരിസരത്ത് എവിടെയോ ജനിച്ച കുഞ്ഞുങ്ങളാണ്. ഇപ്പൊ പലപ്പോഴും ഒരു പാമ്പ് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അത് നിയോനേറ്റലാണ്, നവജാത ശിശു ആണെന്നുണ്ടെങ്കിൽ അതിനടുത്തൊക്കെ ചിലപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളെ കണ്ടേക്കാം. അത് പ്രസവിക്കുന്ന പാമ്പായാലും ഇനി മുട്ട വിരിഞ്ഞു വരുന്ന പാമ്പായാലും കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ആ പരിസരത്തേക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു പാമ്പ് കുഞ്ഞിനെ കണ്ട സ്ഥലത്ത് ഇതിനെ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ വീട്ടുകാർ പോയി അവിടെ പരിശോധനയൊന്നും സ്വമേധയാ നടത്താൻ പാടില്ല എന്ന് പറയുന്നത്. ചിലപ്പം വീണ്ടും കുഞ്ഞുങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. കുഞ്ഞിനെ കണ്ട സ്ഥലത്ത് അമ്മപ്പാമ്പ് ഉണ്ടാവോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാം. അതുണ്ടാകണമെന്നില്ല. കാരണം ഇപ്പൊ മുട്ടയിടുന്ന പാമ്പാണെന്നുണ്ടെങ്കിൽ ഇല്ല, മുട്ടയ്ക്ക് അടയിരിക്കത്തൊന്നുമില്ല. മുട്ടയിട്ടിട്ട് ആ പാമ്പ് അതങ്ങ് പോവുകയുള്ളൂ. ചിലപ്പോൾ ഒരു മാസമോ 2 മാസമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മുട്ട വിരിഞ്ഞു വരുന്നത്. ആ സമയത്ത് അമ്മപ്പാമ്പ് അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ പ്രസവിക്കുന്ന അണലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ സാധ്യത. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പാമ്പാണെങ്കിൽ ഉണ്ടാവില്ല, ഉപേക്ഷിച്ചിട്ട് പോവാണ് ചെയ്യുന്നത്. കാവലിരിക്കുക എന്ന് പറയുന്ന രീതി പാമ്പുകളിൽ അത് കോൾഡ് ബ്ലഡഡ് ആണല്ലോ, അടയിരുന്നത് കൊണ്ട് പ്രയോജനമില്ല. മാത്രമല്ല ചൂട് ഈ സ്റ്റഡി ബോഡി ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് ആ മുട്ടയിലേക്ക് അത് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ അടയിരിക്കപ്പെടാവുന്ന രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് പാമ്പിന് മുട്ടയ്ക്കും ഇല്ല.
കോഴിമുട്ട ഒരു 700 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ ഭാരമുള്ള കോഴി കയറി ഇരുന്നാലും പൊട്ടിപ്പോവാത്ത രീതിയിലുള്ള കട്ടിയുള്ള ഷെല്ലാണ് കോഴിമുട്ടയ്ക്കും മറ്റു പക്ഷികളുടെ മുട്ടയ്ക്കും ഒക്കെ ആ ഉള്ളത്. വീട്ടിൽ കുറേ പാമ്പും കുട്ടികൾ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ അതിനർത്ഥം പാമ്പിന്റെ കുഞ്ഞായിരിക്കും ആ കുട്ടികളെ കടിച്ചത് ആണല്ലോ. അപ്പൊ ഈ പാമ്പ് കുഞ്ഞിന്റെ വിഷത്തിന് വീര്യം കൂടുതലായിരിക്കും. അതായത് ചില സ്റ്റഡീസ് ഉണ്ട്, ഈ കുഞ്ഞു പാമ്പുകളുടെ വിഷത്തിന് മുതിർന്ന പാമ്പുകളെക്കാൾ പൊട്ടൻസി കൂടുതലാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റഡീസ് ഉണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ എവല്യൂഷണറി വെനമിക്സ് ലാബ് ഉണ്ട്. പാമ്പിൻ വിഷത്തെ പറ്റിയൊക്കെ ഗവേഷണങ്ങളും സ്റ്റഡീസൊക്കെ നടത്തുന്ന ഡോക്ടർ കാർത്തിക് സുനഗർ ആണ് അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ടീം നടത്തിയ ഒരു സ്റ്റഡിയിൽ, ചേനത്തണ്ടൻ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് നടത്തിയ ഒരു സ്റ്റഡിയിൽ നവജാതരായ കുഞ്ഞ് റസൽസ് വൈപ്പറിന്റെ വെനം പൊട്ടൻസി എന്ന് പറയുന്നത് മുതിർന്ന റസൽസ് വൈപ്പറിന്റെക്കാളും ഏകദേശം ഇരട്ടിയോളമാണ് എന്നുള്ളതാണ്. കാരണം അവർക്ക് സർവൈവലിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ജനിച്ചു വരുന്ന കുഞ്ഞു ശിശുക്കളാണെങ്കിൽ പോലും തന്നെത്താൻ ഇര പിടിച്ചേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇര പിടിക്കുന്നതിനുള്ള പൊട്ടൻസി ഉള്ള വെനം അവർക്ക് ആവശ്യമാണ്. പാമ്പിന് ഉപയോഗിച്ചുള്ള ഒരു മർഡർ ലോക ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഉത്തരവാദ കേസിലെ എവിഡൻസ് കളക്ട് ചെയ്തതിൽ താങ്കൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ക്രൈമുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഇതൊക്കെ ഒന്ന് പറയും. പാമ്പിനെ ഉപയോഗിച്ച് കൊലപാതകം നടത്തിയിട്ട് അത് സയന്റിഫിക് എവിഡൻസ് ഒക്കെ കൃത്യമായിട്ട് ശേഖരിക്കാൻ സാധിച്ച ആദ്യത്തെ കേസാണ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേസാണ്. അത് പരമാവധി ശിക്ഷ തന്നെ കുറ്റവാളിക്ക് വാങ്ങിക്കൊടുക്കാനും സാധിച്ചു എന്നുള്ളതാണ്. SP ഹരിശങ്കർ സാറായിരുന്നു ആ ടീമിനെ ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അന്ന് DSP ആയിരുന്ന അശോകൻ സാർ ഉണ്ടായിരുന്നു. ആദ്യം പാമ്പിന്റെ കടിയേറ്റത് സൂരജിന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ട്രീറ്റ്മെന്റിലായിരുന്ന ഉത്രയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന സമയത്താണ് വീണ്ടും മൂർഖം പാമ്പ് കടിക്കുന്നത്. എന്നിട്ട് ആ കടിയേറ്റിട്ടാണ് ആ കുട്ടി മരണപ്പെടുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഉത്രയുടെ വീട്ടിലെത്തിയ ഹരിശങ്കർ സാറിൻ്റെ ടീം എങ്ങനെയൊക്കെ പാമ്പ് വീടിനകത്തേക്ക് എത്താം എന്നുള്ള സാധ്യതകൾ കംപ്ലീറ്റ് പരിശോധിച്ചു. അപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൂർഖൻ്റെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. മൂർഖൻ വീടിനകത്തേക്ക് സ്വമേധയാ കയറി വരാം. വാതിലുണ്ട്, ജനലുണ്ട്. അപ്പോൾ ജനൽ നിലത്തുനിന്ന് ഏകദേശം 125 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ ആ ജനലിലൂടെ മൂർഖന് കയറി വരാൻ പറ്റുമോ? ഇനി വേറെ ഏതൊക്കെ ഓപ്പണിങ്സ് ഉണ്ട്? അതായത് ഈ ബെഡ്റൂം, ഉത്രയുടെ ബെഡ്റൂം, അവിടെ തന്നെയാണ് സൂരജും കിടന്നിരുന്നത്. ഈ ജനലിനോട് ചേർന്നാണ് സൂരജിന്റെ ബെഡ്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭിത്തിയോട് ചേർന്നാണ് ഉത്രയുടെ ബെഡ്. ഇതെല്ലാം ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു എക്സ്പേർട്സിന്റെ ഒരു ടീം നമുക്ക് ഉണ്ടാക്കിയാലോ എന്നൊരു അഭിപ്രായം വരികയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഹരിശങ്കർ സാർ അങ്ങനെ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും. അങ്ങനെയാണ് ഭാഗം. അതിൽ വേറെയും പലരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കിഷോർ കുമാർ ഉണ്ടായിരുന്നു. ആദ്യം അദ്ദേഹം ഈ ഫാക്ട്സ് പ്രസന്റ് ചെയ്യാണ് ചെയ്തത്. വെന്റിലേറ്ററിലൂടെ കയറാനുള്ള സാധ്യതയുണ്ടോ, ഉത്രയുടെ കയ്യിൽ കണ്ട ഈ ബൈറ്റ് മാർക്കുകൾ, അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ ഉണ്ടായിരുന്ന സൂരജിന്റെ വീട്ടിൽ വെച്ച് ഉണ്ടായ സ്നേക്ക് ബൈറ്റ്, അപ്പോൾ അതിലെ ബൈറ്റ് മാർക്ക്, അതിന്റെ ഫോട്ടോഗ്രാഫ്സ്, ഇതെല്ലാം കാണിച്ചു. സൂരജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഈ ഫോട്ടോസും ഒക്കെ നോക്കുമ്പോഴേക്കും തമ്മിലൊരു പൊരുത്തക്കേട്. സൂരജിന്റെ വീട്ടിൽ വെച്ച് ഉത്ര കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അണലി കടിച്ചു എന്നാണ് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഈ കാലിന്റെ ഈ ഭാഗത്ത് നീളത്തിൽ ഉള്ള 2 ബൈറ്റ് മാർക്കാണ്. അതായത് എലോങ് ദ ലിംബാണ് ബൈറ്റ് മാർക്ക് വന്നിരിക്കുന്നത്, എക്രോസ് ദ ലിംബ് അല്ല. നിൽക്കുന്ന സ്റ്റാൻഡിംഗ് പൊസിഷനിൽ ഒരു ലേഡിയെ പാമ്പ് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും കാൽപാദത്തിലായിരിക്കും, അല്ലെങ്കിൽ കണങ്കാലിന് തൊട്ട് മുകളിലായിരിക്കും. അത് എക്രോസ് ദ ലിംബ് ആയിരിക്കും. ഇത് കിടക്കുന്ന ലൈങ് പൊസിഷനിൽ കടിച്ച ഒരു മാർക്കാണ്, എലോങ് ദ ലിംബാണ് ബൈറ്റ് മാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും കുട്ടിയെ കുളിപ്പിച്ചുകൊണ്ട് വീടിന് പുറത്ത് നിൽക്കുമ്പോൾ പറ്റിയ ഒരു ബൈറ്റ് അല്ല. രണ്ടാമത്, ഈ കയ്യിൽ മൂർഖന്റെ കടി എന്ന് പറഞ്ഞാൽ ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള 2 ബൈറ്റ് മാർക്കാണ്. ആ രണ്ടിനും ഫാങ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ 2 വിഷപ്പല്ലുകൾ തമ്മിലുള്ള, വിഷപ്പല്ലിന്റെ അടയാളങ്ങൾ തമ്മിലുള്ള അകലം, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. 152 സെന്റിമീറ്റർ നീളമുള്ള ഒരു മൂർഖൻ പാമ്പാണ് അവിടെ നിന്ന് തല്ലിക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയത്. അപ്പൊ ഈ 2.4 സെന്റിമീറ്റർ അകലത്തിലും 2.8 സെന്റിമീറ്റർ അകലത്തിലും അടുത്തടുത്ത് 2 ബൈറ്റ് മാർക്ക്. അപ്പം ഒരേ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിഫറെന്റ് ഫാങ് വിഡ്ത്തിലുള്ള ബൈറ്റ് ഉണ്ടാവുമോ? ഒരേ പാമ്പ് ഇങ്ങനെ അടുത്തടുത്ത് ഒരേ സ്ഥലത്ത് കടിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അന്നേരം മറ്റൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അത് മൂർഖം പാമ്പിന്റെ ബൈറ്റ് ആണ്. അത് സോളിനോഗ്ലിഫസ് അല്ല, പ്രൊട്രോഗ്ലിഫസ് ആണ്. അതായത് ഫിക്സഡ് ഫാങ്സ് ആണ്. അത് നാച്ചുറൽ ബൈറ്റ് 2 ബൈറ്റ് അടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ അടുത്തടുത്ത് 2 ബൈറ്റ് ചെയ്യില്ല.
ബൈറ്റ് ആൻഡ് ച്യൂ മെത്തേഡാണ് അതിൻ്റെ മൂർഖൻ്റെ ബൈറ്റ് വരുന്നത്. അണലി എന്ന് പറഞ്ഞാൽ സോളിനോഗ്രഫസ് ആണ്, അതായത് ഈ ഹിഞ്ച്ഡ് ഫാങ്സ് ആണ്. അത് നാച്ചുറലായിട്ട് ബൈറ്റ് ചെയ്താൽ പോലും വ്യത്യസ്ത ബൈറ്റിൽ 2 ഫാങ് വിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ 2 സ്ഥലവും പോയി കണ്ടു. സൂരജിന്റെ വീട്ടിൽ വെച്ചിട്ട് സൂരജ് 2 അറ്റംപ്റ്റ്സ് നടത്തിയിരുന്നു. അത് പിന്നീടാണ് അത് മനസ്സിലായത്. അപ്പോൾ അണലിയെ വീടിനകത്ത് കണ്ടതായിട്ട് വീട്ടുകാർ പറഞ്ഞു. വീട് പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത് ടൈലൊക്കെ ഇട്ട് നല്ല സ്മൂത്ത് സർഫസ് ടൈലാണ്. എവിടെയാണ് അണലിയെ കണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഈ സ്റ്റെയറിന്റെ ലാൻഡിങ്ങിലാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കത്തില്ല. അണലി ഈ ആർബോറിയൽ നേച്ചർ അധികം ഇല്ലാത്ത പാമ്പാണ്. ടൈലിലൂടെ കയറി അങ്ങനെ മേളത്തെ നിലയിൽ വരത്തില്ല. അപ്പം സ്റ്റെയറിന്റെ ലാൻഡിങ്ങിൽ അത് സ്വമേധയാ കയറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ കൊണ്ടുവച്ചതായിരിക്കും. 2 കുഞ്ഞിനെ കുളിപ്പിച്ചു എന്ന് പറയുന്ന വീടിന്റെ മുറ്റത്തെ ആ സ്ഥലവും ഒക്കെ കണ്ടപ്പോഴേക്കും ഇവിടെ വെച്ചല്ല ആ ബൈറ്റ് ഉണ്ടായത്. മുകളിലത്തെ നിലയിൽ ഈ കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് അണലിയെ കൊണ്ട് കടുപ്പിച്ചതാണ് ഈ സംഭവം എന്ന് പറഞ്ഞു. ഈ സ്റ്റെയറിന്റെ ലാൻഡിംഗ് എന്ന് പറയുമ്പോൾ 2 സ്റ്റെയറിന്റെ ഇടയിലുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ ടേൺ ചെയ്യുന്നു, അടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു കയറുന്നു. ആ സ്ഥലത്ത് ഇരുട്ടായി തുടങ്ങിയ സമയത്ത് ഈ സൂരജ് മറ്റേ സുരേഷിന്റെ നിന്ന് വാങ്ങി വെച്ചിരുന്ന അണലിയെ കൊണ്ട് ആ ലാൻഡിങ്ങിൽ തുറന്നു വിട്ടിട്ട് മുകളിലുണ്ടായിരുന്ന ഉത്രയെ താഴേക്ക് വിളിച്ചു. മെയിൻ സ്വിച്ച് ഓഫ് ആക്കി. ഇരുട്ടാണ്. അപ്പോൾ ഇറങ്ങി വരുമ്പോഴേക്കും ഈ പാമ്പിനെ കാണാതെ അവിടെ ലാൻഡിങ്ങിൽ വരുമ്പോഴേക്കും പാമ്പ് കടിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ. പക്ഷെ ആള് താഴെ ഇറങ്ങി വന്നിട്ടും പാമ്പ് കടിച്ചില്ല. സൂരജ് തന്നെ പോയി മെയിൻ സ്വിച്ച് തിരിച്ച് ഓണാക്കി. കറണ്ട് വന്നു. വീട്ടിലെല്ലാവരും പാമ്പിനെ കണ്ടു. ഇയാൾ തന്നെ പാമ്പിനെ പിടിച്ച് ദൂരെ കൊണ്ട് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ബോട്ടിലിൽ അതിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതേ പാമ്പിനെ ഉപയോഗിച്ചിട്ട് കിടന്നുറങ്ങിയ ഉത്രയെ കടുപ്പിച്ചു. അപ്പോൾ വേറെ ചോദ്യങ്ങൾ വരും. ഇപ്പോൾ അണലിപ്പാമ്പ് ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ സ്വമേധയാ കടിക്കുമോ? കട്ടിലിൽ കൊണ്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ കടിക്കുമോ? കാരണം അണലിക്ക് ഉറങ്ങിക്കിടക്കുന്ന ആളിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻസ്, അതൊരു ലൈവ് ടിഷ്യൂ ആണെന്ന് മനസ്സിലാക്കാനും തെർമൽ വേരിയേഷൻസ് മനസ്സിലാക്കാനും അവിടെ കടിക്കാനുള്ള കഴിവുണ്ട്. മൂർഖൻ പാമ്പിനാണെങ്കിൽ ആ കഴിവില്ല. സൂരജ് പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ കംപ്ലീറ്റ് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. വീട് തുറന്നു കിടന്നു. വീടിനകത്തേക്ക് പാമ്പ് കയറാം, ജനലിലൂടെ കയറാം. രാത്രി 1:30 മണി സമയത്താണ് ഉത്രയ്ക്ക് ബൈറ്റ് കിട്ടിയിരിക്കുന്നത്. ആ സമയത്ത് പാമ്പ് സ്വമേധയാ പുറത്തിറങ്ങി അങ്ങനെ ഈ റൂമിനകത്ത് കയറിയിരിക്കുന്ന പാമ്പ് സ്വമേധയാ പുറത്തിറങ്ങി കടിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മൂർഖനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു നോർമൽ ആക്ടിവിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു രാത്രി 8 മണി ആ ഒരു സമയം വരെയാണ്. അത് കഴിഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഒരു പ്രകോപനമൊക്കെ ഉണ്ടാകാതെ അത് തന്നെത്താൻ പുറത്തു വരില്ല. ഇനിയിപ്പോൾ അതൊരു എലിയെ എങ്ങാനും കണ്ടിട്ട് പുറത്തു വന്നാൽ പോലും ഉറങ്ങിക്കിടക്കുന്ന ഉത്രയുടെ കട്ടിലേക്ക് അത് കയറുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മൂർഖന് കയറാം. കാരണം ഒരു 1.5 അടി ഉയരത്തിലുള്ള കട്ടിലാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ആർബോറിയൽ നേച്ചറുള്ള പാമ്പാണ്. മരത്തിൽ നന്നായിട്ട് കയറുന്ന പാമ്പാണ്. അത് കയറാം. വീട്ടിൽ നേരത്തെ കയറി ആ റൂമിനകത്ത് എവിടെയെങ്കിലും പമ്മിയിരുന്ന മൂർഖൻ പാമ്പ് കട്ടിലേക്ക് കയറിയിട്ട് ഈ ഉത്ര എന്ന ഉറങ്ങിക്കിടക്കുന്ന ആ കുട്ടിയെ കടിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ കടിക്കാൻ മൂർഖന് പറ്റത്തില്ല. കാരണം ടെമ്പറേച്ചർ വേരിയേഷൻസ് സെൻസ് ചെയ്തിട്ട് ഒരാളാണ് ഇവിടെ ഉറങ്ങിക്കിടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മൂർഖൻ പാമ്പിനില്ല. അപ്പോൾ തന്നെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ബൈറ്റ് എന്നുള്ളൊരു ഒരൊറ്റ സാധ്യതയിലേക്ക് പോയി. അതായത് കൈ പിടിച്ചു വെച്ചിട്ട് മൂർഖൻ പാമ്പിന്റെ തല പിടിച്ച് അവിടെ കടിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് പ്രോട്രോഗ്ലിഫസ് ടൈപ്പിലുള്ള ഫാങ്സ് ഉള്ള പാമ്പുകൾ നാച്ചുറലായിട്ട് ഒരേ ടാർഗറ്റിൽ 2 തവണ ബൈറ്റ് ചെയ്താലും അവിടെ കിട്ടുന്ന ഫാങ് വിഡ്ത്ത് സെയിം ആയിരിക്കും. തല പിടിച്ച് വെച്ച് ഇൻഡ്യൂസ്ഡ് ബൈറ്റ് നമ്മൾ നിർബന്ധപൂർവ്വം കടുപ്പിച്ചാൽ ഡിഫറെന്റ് ഫാങ് വിഡ്ത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് എങ്ങനെ തെളിവുണ്ടാക്കാൻ പറ്റുമെന്നായി. അപ്പോഴേക്കും നമുക്ക് ഈ കംപ്ലീറ്റ് റിക്രിയേറ്റ് ചെയ്യാമെന്നൊരു ഐഡിയ പറഞ്ഞു. അപ്പോൾ അതിന് അന്നത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സുരേന്ദ്രകുമാർ സാറ് എന്നെ ചുമതലപ്പെടുത്തി. നിങ്ങൾ അതിന് പറ്റിയ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക, ഈ കംപ്ലീറ്റ് ഡമ്മി എക്സ്പെരിമെന്റ് നടത്തുക, കംപ്ലീറ്റ് വീഡിയോ ഡോക്യുമെന്റ് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട്, അതായത് മുൻ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെയാണ് നമ്മളത് ചെയ്തത്. അപ്പൊ എന്തിന്റെ ഡമ്മിയാ ഉണ്ടാക്കി? നമ്മൾ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ഡ്രസ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഡമ്മി, അതില് അതിന്റെ കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് നമ്മൾ ലൈവായിട്ടുള്ള ഫ്രഷ് ചിക്കൻ നമ്മൾ കെട്ടിവെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. ഹരിശങ്കർ സാറിന്റെ വളരെ സ്പെസിഫിക് ആണ് അദ്ദേഹം പറഞ്ഞു ഉത്രയുടെ ആ വീട്ടിലുള്ളത് പോലെ തന്നെ ഓറിയന്റേഷൻ ഉള്ള ഒരു റൂം കിട്ടുമെന്ന് ചോദിച്ചു. ആ കിഴക്ക് വശത്ത് ഒരു ജനലൊക്കെ ഉള്ള ഒരു റൂം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അരിപ്പ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ അതിന് പറ്റിയൊരു റൂം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു, പാമ്പിനെയൊക്കെ സംഘടിപ്പിച്ചു, വന്നു തുടങ്ങാമെന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അല്ല, ബൈറ്റ് നടന്നിരിക്കുന്നത് ഏത് സമയത്താണ്? അത് രാത്രി ഒരു 1:30 മണി സമയത്താണ്. എന്നാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് ആ സമയത്ത് ചെയ്യാം. അത്ര കണ്ട് സ്പെസിഫിക് ആയിട്ടാണ് അദ്ദേഹം അത്
ചെയ്തത്. എന്നിട്ട് ഈ ഡമ്മി കട്ടിൽ അതുപോലുള്ള കട്ടിൽ കിടത്തി ഇപ്പുറത്ത്, അതായത് ജനലിനോട് ചേർന്നൊരു കട്ടിൽ ബ്ലാങ്കായിട്ട് ഇട്ടിട്ട് മറുവശത്ത് ഉത്തര കടന്നതുപോലുള്ള ഒരു കട്ടിലിട്ടിട്ട് അവിടെ ഈ ഡമ്മിയെ കിടത്തിയിട്ട് ഡമ്മിയുടെ കാലിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ചിക്കൻ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ പീസ് വെച്ചു. എന്നിട്ട് അണലിയെ തുറന്നു വിട്ടു. അണലി ഇത് സെൻസ് ചെയ്തിട്ട് ഈ കയ്യിൽ ചിക്കൻ പീസ് കെട്ടി വെച്ചിട്ട് ഡമ്മിയുടെ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോഴേക്കും അണലി അത് ബൈറ്റ് ചെയ്തു. അപ്പോൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് അണലി ബൈറ്റ് ചെയ്യും എന്നുള്ളതിന് ഡോക്യുമെന്റഡ് എവിഡൻസ് ആയി. അതിനെ മാറ്റി മൂർഖം പാമ്പിനെ എടുത്തു. മൂർഖം പാമ്പിനെ ഈ കയ്യിൽ ചിക്കനൊക്കെ കെട്ടി വെച്ചിട്ട് മൂർഖം പാമ്പിനെ രാത്രി സമയത്ത് തുറന്നു വിട്ടു. ഏതാ ഈ ഡമ്മി കിടക്കുന്ന കട്ടിലേക്ക് തുറന്നു വിട്ടു. മൂർഖൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴയുന്നതല്ലാതെ ഇതിൽ കടിക്കുന്നില്ല. ഇല്ല. എന്നിട്ട് അത് കംപ്ലീറ്റ് ഡോക്യുമെന്റ് ചെയ്തു. എന്നിട്ട് ഈ കൈയും ചിക്കൻ പീസ് കട്ടി വെച്ചിരിക്കുന്ന കൈ ഊരിയെടുത്തു. എന്നിട്ട് മൂർഖന്റെ മുന്നിൽ ഇങ്ങനെ അനക്കി കാണിച്ചപ്പോഴേക്കും മൂർഖൻ എന്ത് ചെയ്തു, ആ ചിക്കനിലേക്ക് കഴിച്ചു. നാച്ചുറലായിട്ട് 2 ബൈറ്റിന്റെ മാർക്ക് കിട്ടി. അത് കൃത്യമായിട്ട് അളന്നപ്പോഴേക്കും 2.4 and 2.4 ഇത് ചെയ്തു. ആദ്യം അണലീനെ കടിച്ച് മരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തു വരത്തില്ല. പൊതുവിൽ ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പാമ്പ് അണലിയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റീഡിങ്ങിൽ നിന്നാണ് ഇയാൾ അണലിയെ സംഘടിപ്പിച്ച് അതിനെ കൊണ്ട് കടുപ്പിച്ചത്. പക്ഷെ അണലിക്ക് എന്താണ് ഈ എൻവനമേഷന് സമയം കൂടുതൽ എടുക്കുകയും ഒക്കെ ഉണ്ട്. അത് ഒരു പ്രോഗ്രസീവായിട്ട് രക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രോഗ്രസീവായിട്ട് അണലി കടിച്ച് അണലിയെ കൊണ്ട് കടുപ്പിച്ച് ആള് മരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടാണ് എന്ത് ചെയ്തത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ എന്നിട്ടും ആ കുട്ടി പോസിറ്റീവായിട്ട് ട്രീറ്റ്മെന്റിനോട് പ്രതികരിക്കുകയും ആള് വളരെ സ്ലോലി ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ചെറിയ കുഞ്ഞുള്ള അമ്മയാണ്. സ്നേക്ക് ബൈറ്റ് ട്രീറ്റ്മെന്റ് ഒരു അതിജീവിക്കുന്ന അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്റെ ഘട്ടത്തിലുള്ള ഒരാൾ അതിഭീകരമായ വേദന അനുഭവിച്ചിട്ടാണ് ഈ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. അതൊക്കെ നേരിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് വീണ്ടും മൂർഖനെ കൊണ്ട് കടുപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അയാൾ വീണ്ടും റിസർച്ച് നടത്തി. ഏതാണ് പെട്ടെന്ന് ഡെത്ത് ഉണ്ടാകുന്നതെന്ന് അത് മൂർഖനാണെന്ന് മനസ്സിലായിട്ടാണ് അടുത്ത മൂർഖനെ ആള് ഓപ്റ്റ് ചെയ്തത്. അതും സപ്ലൈ ചെയ്തത് ഈ സുരേഷ് എന്ന് പറയുന്ന ആള് തന്നെയാണ്. ആള് അതിനിടയ്ക്ക് പഠിച്ചു. എന്നിട്ട് പാമ്പിനെ തല പിടിച്ച് ഞങ്ങള് ഈ ചിക്കൻ പീസിൽ കടുപ്പിച്ചപ്പോൾ കൃത്യമായിട്ട് 2.4 2.8 ഫാങ് വിഡ്ത്തിൽ 2 ബൈറ്റ് മാർക്ക് അത് കൃത്യമായിട്ട് റീഡ് ചെയ്തു, മെഷർ ചെയ്തു. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് എവിഡൻസ് നമ്മൾ ശേഖരിച്ചത്. കേസ് വന്നപ്പോൾ വേറെ ഭീഷണി എന്താണെന്നറിയോ? കാരണം ആളുകൾക്ക് ഇനി ആരെങ്കിലും കൊല്ലണം തോന്നുവാണെങ്കിൽ അണലിയെ തെരഞ്ഞെടുക്കണ്ട, മൂർഖനെ തെരഞ്ഞെടുത്താൽ മതി എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഈ പറഞ്ഞ ലാറ്ററൽ ബൈറ്റും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതാണ്. പല അറ്റംസ് അതിനുശേഷം നടത്തിയിട്ടുണ്ടായിരുന്നു. കാമുകനെ കൊല്ലാൻ വേണ്ടിയിട്ടും കേരളത്തിലല്ല ഒക്കെ പിടിക്കപ്പെട്ടു. മുമ്പ് നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ മാത്രമായിരുന്നു ഇങ്ങനെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലുന്ന സംഭവങ്ങൾ കാണുന്നത്. പക്ഷെ നടന്നിട്ടുണ്ടാവും, നമ്മളറിയാതെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇതെല്ലാം വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഈ പാമ്പ് കടിയേറ്റ മരണം അല്ലെങ്കിൽ അതല്ലാതെ അപകട മരണം എന്നുള്ള രീതിയിൽ എഴുതി പോയിട്ടുണ്ടാകാം. ഈ പാമ്പിന്റെ വിഷയെ ലഹരിയായിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്, കേരളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞിരുന്നല്ലോ, അത് സത്യമാണോ? ചെറുതരം വിഷമുള്ള പാമ്പുകളെയൊക്കെ നാവിൽ കടുപ്പിച്ചിട്ട് അതിലൂടെ ഒരു കിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ലഹരി ഉണ്ടാകും എന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. ആക്ച്വലി പാമ്പിൻ വിഷത്തിന് അങ്ങനെ ലഹരി ഉണ്ടാക്കാനുള്ള ഒരു കഴിവൊന്നും ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല. പാമ്പിൻ വിഷം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ പർപ്പസിനാണ്. പ്രധാനമായും ആന്റി സ്നേക് വെനം നിർമ്മാണം, വളരെ പ്രധാനപ്പെട്ട മരുന്നുകളുടെ നിർമ്മാണം, ഇപ്പോൾ ജീവൻ രക്ഷാ മരുന്നുകളുടെയൊക്കെ ലൈഫ് സേവിങ് ഡ്രഗ്സിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ പാമ്പിൻ വിഷത്തിനുള്ള സാധ്യതകളെ പറ്റി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന്, അൾഷിമേഴ്സിന്, പാർക്കിൻസൺസിനൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിൽ പാമ്പിൻ വിഷം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാമ്പിന് ഒരുപാട് പരിമിതികളുണ്ട്. പാമ്പിനെ ശരിക്കും പേടിക്കേണ്ടതുണ്ടോ? നമ്മൾ ഈ കാണിക്കുന്നതിന് മാത്രമുള്ള ഫോബിയക്കുള്ള പേടിക്കുള്ള ആളാണോ പാമ്പ്? ദൂരെ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അത് അവിടെ നിൽക്കത്തേ ഉള്ളൂ, ശാന്തമായിട്ട് നിൽക്കത്തേ ഉള്ളൂ. നമ്മളതിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് പോയി കഴിഞ്ഞാലാണ് അതൊരു വാണിംഗ് ഒക്കെ തന്നിട്ട് ഞാൻ കടിക്കും എന്നൊക്കെ പറയുള്ളൂ. മൂർഖം പാമ്പൊക്കെ അങ്ങനെയാണ്. പത്തിയൊക്കെ എടുത്ത് നമ്മളൊന്ന് അലർട്ട് ചെയ്യുന്നു, എന്നിട്ട് നിവൃത്തിയില്ലെങ്കിലാണ് അത് കടിക്കുകയും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോവുക എന്നുള്ളതാണ്. പിന്നെ പാമ്പുകൾ ഒത്തിരി പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജീവികളാണ്. പാമ്പുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹെൽത്തി എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എലികളുടെ എണ്ണം എഫക്റ്റീവായിട്ട് നിയന്ത്രിക്കുന്ന പാമ്പുകളാണ്. ഒരു പേർ വെള്ളിമൂങ്ങ, 2 വെള്ളിമൂങ്ങകൾ ഒരു വർഷം കൊണ്ട് 3600ഓളം എലികളെ ഭക്ഷണത്തിന് വേണ്ടി പിടിക്കും എന്നുള്ളതാണ്. ഇവയെക്കാളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് എലിയെ പിടിക്കുന്ന ജീവി എന്ന് പറയുന്നത് പലയിനം പാമ്പുകളാണ്. ഇപ്പോൾ ചേരയും മൂർഖനും അണലിയും ഉൾപ്പെടെയുള്ള പാമ്പുകളാണ്. കാരണം മാളങ്ങൾക്കുള്ളിൽ പോയി എലിയെ പിടിക്കാനുള്ള കഴിവ് പാമ്പുകൾക്കേ ഉള്ളൂ. അത് പൂച്ചയ്ക്കും പരുന്തിനും മൂങ്ങയ്ക്കും ഒന്നും ഇല്ല എന്നുള്ളതാണ്. 18 പേരാണ് കേരളത്തിൽ വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് മരിച്ചത്.
പക്ഷെ 362 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. അപ്പൊ ശരിക്കും പാമ്പിനെയല്ല നമ്മൾ എലീനെയാ പേടിക്കുന്നത്. എലിയുടെ എണ്ണം ക്രമാതീതമായി പെരുകിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് 5000-ൽ പരം കൺഫേംഡ് കേസസ് ഉണ്ടായിരുന്നു എലിപ്പനിയുടെ. അതിൽ ബാക്കിയുള്ളതൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് ആള് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല ഈ എലികൾ ഇത്തരത്തിൽ മാരക രോഗങ്ങൾ പടർത്തുന്നത് മാത്രമല്ല കൃഷിനാശം ധാരാളമായിട്ടുണ്ടാക്കുന്ന ജീവികളാണ്. അപ്പോൾ മൂങ്ങകളെക്കാൾ എഫക്റ്റീവായിട്ട് എലിയെ പിടിക്കുകയും ആഹാരമാക്കുകയും ചെയ്യുന്ന ജീവികളാണ് ചേരകൾ. അതിൻ്റെ പേര് തന്നെ ഇംഗ്ലീഷിൽ പറയുന്നത് റാറ്റ് സ്നേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ചേരയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മൂർഖം പാമ്പ്, രാജവെമ്പാലയ്ക്കും കരിങ്കോളി എന്നോ അല്ലെങ്കിൽ കരിങ്കോളി ഒരു മിത്ത് കൂടിയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ രാജവെമ്പാലയെ കരിങ്കോളി എന്നോ അല്ലെങ്കിൽ കരിഞ്ചാത്തി എന്നോ കൂടൻ എന്നോ ഒക്കെ പേരുകളിൽ അറിയപ്പെടാറുണ്ട്. കൂടൻ എന്ന് പറയുന്നത് കൂടുണ്ടാക്കുന്ന പാമ്പ് എന്നുള്ളൊരു പ്രത്യേകത കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ പേരുള്ള പാമ്പ് ഞാൻ കണ്ടിരിക്കുന്നത് വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, വളവളപ്പൻ, വളകഴപ്പൻ, കട്ടിളയപ്പൻ, എട്ടടി വീരൻ, മോതിരവളയൻ, കരിവേല എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ പല ജില്ലകളിൽ പല പ്രദേശങ്ങളിൽ പല പേരുകളുണ്ട്. ചേര, കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരേ ഒരു പേരുള്ള ഒരേ ഒരു പാമ്പ് ചേരയാണ്. ഈ എലികളെ മാത്രമല്ല ജീവന് ഭീഷണിയാവുന്ന പാമ്പുകളെ വരെ ചില പാമ്പുകൾ കഴിക്കുമല്ലോ. അപ്പം രാജവെമ്പാലയുടെ ഒരു സാന്നിധ്യം നല്ലതാണോ മോശമാണോ? അതായത് രാജവെമ്പാലയുടെ കടിയേറ്റ് ഇന്ത്യയിൽ ആള് മരണപ്പെട്ട കേസുകൾ 3 കൺഫേംഡ് കേസുകൾ മാത്രമേ ഉള്ളൂ. 3 പേരാണ് രാജവെമ്പാലയുടെ കടിയേറ്റ് മരണപ്പെട്ടത് ഇതുവരെ. അതിൽ 3 പേരും പാമ്പുകളെ പിടിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ പിടിക്കുന്നതിനിടയ്ക്ക് കടി കിട്ടി മരിച്ചതാണ്. ഒന്ന് കേരളത്തിലാണ്, നമ്മുടെ തിരുവനന്തപുരം സൂവിൽ സൂ കീപ്പറായിരുന്ന ഹർഷദ്. അതല്ലാതെ ഒരു സാധാരണക്കാരന് രാജവെമ്പാല കടിച്ചു മരണപ്പെട്ട കേസ് ഇന്ത്യയിൽ ഇല്ല. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് വലിയ പാമ്പാണ്, ലോകത്തെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല. അപ്പൊ അതിനെ കാണാതെ അതിന്റെ തൊട്ടടുത്ത് പോയി കടി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതിന്റെ ഒരു ഹാബിറ്റാറ്റ് ഉൾവനങ്ങളിലാണ്. അത് അപൂർവമായിട്ട് മാത്രമാണ് അത് ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഈ ആൾക്കാരുമായിട്ട് ഒരു സമ്പർക്കം ഉണ്ടാകാനും കടിക്കാനും ഒക്കെ ഉള്ള സാധ്യത കുറവാണ്. എന്നാൽ ആൾക്കാരെ കടിക്കുന്ന പാമ്പുകളെ ഇത് ആഹാരമാക്കാറുണ്ട്. മൂർഖം പാമ്പിനെയും അണലിയെയും ഒക്കെ ഇത് പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് പാമ്പിന്റെ കടിയേൽക്കാനും അപകടം ഉണ്ടാകാനും ഉള്ളൊരു സാധ്യത രാജവെമ്പാല കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റു പാമ്പുകളെ കഴിക്കുന്ന പാമ്പുകളെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു പേര് രാജവെമ്പാലയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഡയറ്റ് എന്ന് പറയുന്നത് മറ്റു പാമ്പുകളാണ്. വെള്ളിക്കെട്ടനും ധാരാളമായി മറ്റു പാമ്പുകളെ കഴിക്കും. ഇനി വെള്ളിക്കെട്ടനും രാജവെമ്പാലയും മാത്രമല്ല, നമുക്കറിയാത്ത ഒരുപാട് പാമ്പുകളും മറ്റു പാമ്പുകളെ കഴിക്കും. നമ്മുടെ പരിസരത്ത് ജീവിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും സുരക്ഷയേകുന്ന ഒരു പാമ്പെന്ന് പറയുന്നത് ചേരയാണ്. ചേര വിഷമില്ലാത്ത പാമ്പാണ്, പക്ഷെ അതിന്റെ ഫുഡിൽ ഉൾപ്പെടുന്നത് എലികളും തവളകളും കൂടാതെ മറ്റ് വിഷപ്പാമ്പുകളുടെ കുഞ്ഞുങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു. മൂർഖന്റെയും അണലിയുടെയും ഒക്കെ കുഞ്ഞുങ്ങളെ ചേര ധാരാളമായിട്ട് പിടികൂടി കഴിക്കാറുണ്ട്. ശരിക്കും ചേര നമ്മുടെ പരിസരത്ത് ഒരു സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു ചേരയുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഈ വിഷപ്പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങൾ വന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത കുറവാണ്. ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ലതാണ്. ഇത്തരത്തിലുള്ള എലികളെ തുരത്തുന്നു, എലികളെ പിടികൂടി ഭക്ഷണമാക്കുന്നു, മറ്റു പാമ്പൻ കുഞ്ഞുങ്ങളൊക്കെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേര ആ ഒരു പരിസരത്ത് നമുക്ക് വേണ്ടി ചെയ്യുന്നു. ചേര പക്ഷെ കടിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഉണങ്ങൂല എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അങ്ങനെയില്ല. അങ്ങനെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മുറിവൊന്നും ചേര കടിച്ചാൽ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. പിന്നെ അത് പിടികൂടി കഴിക്കുന്ന പല ജീവികളുടെയും ദേഹത്ത് ചിലപ്പോൾ വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ പേശികളെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള പോയിസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് ചിലപ്പോൾ അത്തരത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ അണലിയുടെ വിഷത്തിലും പലപ്പോഴും മയോടോക്സിൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ അണലി കടിച്ചു കഴിഞ്ഞാൽ കുറേ നാള് ആ മുറിവ് ഇങ്ങനെ ഉണങ്ങാതെ ഇങ്ങനെ ചിലപ്പോൾ പഴുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ദീർഘകാലം അത് ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നു. അത് പേശികളെ ബാധിക്കുന്ന വിഷമാണ് മയോടോക്സിൻസ്. ഈ കൂടുതലും കടൽപ്പാമ്പുകളിലൊക്കെയാണ് മയോടോക്സിൻസ് ഉണ്ടാവുക. ഓരോ പാമ്പ് കടിച്ചു കഴിഞ്ഞാലും, അതായത് വിഷപ്പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാലും ഓരോ ലക്ഷണങ്ങളായിരിക്കും. ചിലത് നെർവസ് സിസ്റ്റത്തിനെ ആയിരിക്കും ബാധിക്കുക, അങ്ങനെ ചിലത് മസിൽസിനെ ആയിരിക്കും ബാധിക്കുക. അപ്പൊ ആ തരത്തിലൊന്ന് വേർതിരിച്ച് ഓരോന്നിന്റെ വിഷത്തിന്റെ പ്രത്യേകതകളും അതിന്റെ സിംറ്റംസും ഒക്കെ ഒന്ന് പറയും. നമ്മുടെ കരയിൽ കാണുന്ന പാമ്പുകളിൽ പ്രധാനമായും ഈ മനുഷ്യന് അപകടകാരികളായിട്ടുള്ള 4 ഇനം പാമ്പുകളാണുള്ളത്. അതിനെ ബിഗ് 4 എന്നാണ് പറയുക. ആ ബിഗ് 4-ൽ 2 ഇനം ന്യൂറോടോക്സിക് എന്ന് പറയും. അതായത് നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷമാണ്. അത് മൂർഖനും വെള്ളിക്കെട്ടനുമാണ് ന്യൂറോടോക്സിക് ആയിട്ടുള്ള 2 പാമ്പുകൾ.
പിന്നെ രണ്ട് ബിഗ് ഫോർ വെനമസ് സ്നേക്സ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നതിൽ ഹീമോടോക്സിക് ആയിട്ടുള്ള രണ്ട് പാമ്പുകൾ എന്ന് പറയുന്നത് റസൽസ് വൈപ്പറും സോസ്കെയിൽഡ് വൈപ്പറും. റസൽസ് വൈപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ചേനത്തണ്ടൻ വട്ടക്കൂറ എന്നൊക്കെ പറയുന്ന അണലി. സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്നത് ചുരുട്ടമണ്ഡലി എന്നോ അല്ലെങ്കിൽ ഈർച്ചവാൾ സൽക്കാണലി എന്നോ ഒക്കെ പറയുന്ന അണലി. അത് രണ്ട് ഹീമോടോക്സിക് ആണ്. അതായത് നമ്മുടെ സർക്കുലേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥിതിയെ ബാധിക്കുന്നതാണ് ഈ ഹീമോടോക്സിക് വെനം എന്ന് പറയുന്നത്. ഇപ്പം ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം ഇപ്പം പല ലക്ഷണങ്ങളുണ്ട്. കണ്ണിൻ്റെ പോള എങ്ങനെ അടഞ്ഞു പോകുന്നു, അതിങ്ങനെ നമുക്ക് തുറന്നു വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബലഹീനത ഈ കൺപോളകൾക്കുണ്ടാകുന്നു. എല്ലാ പേശികൾക്കും അത്തരത്തിലുള്ള ഒരു ബലക്ഷയം ഉണ്ടാകുന്നു. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, കാഴ്ച മങ്ങുന്നു, ഒരു വസ്തുവിനെ രണ്ടായി കാണുന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മൂർഖൻ, വെള്ളിക്കെട്ടൻ, പിന്നെ രാജവെമ്പാലയൊക്കെ ന്യൂറോടോക്സിക് തന്നെയാണ്. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ന്യൂറോടോക്സിക് എൻവനമേഷന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ഹീമോടോക്സിക്, രക്തചംക്രമണ വ്യവസ്ഥിതിയെ ബാധിക്കുന്ന അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളുടെയൊക്കെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഗംസിൽ നിന്ന് ബ്ലഡ് വരുന്നു, മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ ബ്ലഡിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. ചിലപ്പോൾ നമ്മുടെ ഈ രോമകൂപങ്ങളിലൂടെയൊക്കെ തന്നെ ബ്ലഡ് ഇങ്ങനെ വരുന്നതിന് സാധ്യതയുണ്ട്. കാരണം അത് ക്ലോട്ടിംഗ് ടൈം കൂടുതലാക്കുന്ന, ദീർഘിപ്പിക്കുന്ന ഒരു വിഷബാധയാണ്. എന്നാൽ സാധാരണഗതിയിൽ ഒരു ഹെൽത്തി അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ ആ രക്തം കട്ട പിടിക്കും. പക്ഷേ അണലിയുടെ വിഷബാധ ഏറ്റ ഒരാളാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് ആയാലും ഈ രക്തം കട്ട പിടിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ഹീമോടോക്സിക് എൻവനമേഷന്റെ ലക്ഷണങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത്. ഈ 4 കടിച്ചാലേ ഓരോന്നിനും നോക്കിക്കഴിഞ്ഞാൽ എത്ര സമയമുണ്ട് നമുക്ക് ജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കാൻ? അത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം അത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ മാരകമായിട്ടുള്ള ഒരു ബൈറ്റാണ്, ഒരുപാട് ഹ്യൂജ് ക്വാണ്ടിറ്റി വെനം ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഒരു ടിഷ്യൂലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കിട്ടും. സർക്കുലേഷനിലേക്ക് പെട്ടെന്ന് കലരുന്ന ഒരു ലൊക്കേഷനിലാണ് കടി കിട്ടിയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് ആള് മരിക്കാം. നേരിട്ടൊരു വെയിനിലേക്ക് ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാം. സാധാരണഗതിയിൽ പക്ഷെ അങ്ങനെ ഉണ്ടാകാറില്ല. മസിൽസിന്റെ ഭാഗത്താണ് അത് കടിക്കുക. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെനം സ്പ്രെഡിങ് തുടക്കത്തിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് അത് സ്പ്രെഡ് ആവുക. എന്നിട്ട് അത് സ്ലോലി ബ്ലഡിലേക്ക് കലരുമ്പോഴാണ് പിന്നെ വേഗത്തിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു സാവകാശം നമുക്ക് സാധാരണഗതിയിൽ കിട്ടാറുണ്ട്. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റലിൽ ആളെ എത്തിക്കാമെന്നുണ്ടെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താമെന്നുള്ളതാണ് നമ്മൾ ഈ ഗോൾഡൻ അവർ എന്ന് പറയും. കുറഞ്ഞ വിഷമാണെങ്കിലും അപകടകരമായത് അണലിയുടെയാണോ? അല്ല, വെനം ടോക്സിസിറ്റി അല്ലെങ്കിൽ വെനം പൊട്ടൻസി കൂടുതലുള്ളത് ക്രൈറ്റിന്റെ ആണ്. കുറഞ്ഞ അളവാണെങ്കിലും വെനം ഇന്റൻസിറ്റി കൂടുതലാണ്. കോമൺ ക്രൈറ്റ്, വെള്ളിക്കെട്ടനാണ് അല്ലേ? ഓ, ക്വാണ്ടിറ്റി കുറവാണെങ്കിലും അതിന് കൂടുതൽ അപകടകാരിയാണ്. വെനം പൊട്ടൻസി കൂടുതൽ. ആ കുട്ടികളെ കടിച്ചത് വെള്ളിക്കെട്ടനായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പാമ്പും കുഞ്ഞുങ്ങളായാലും അതിന് അളവ് കുറവാണെങ്കിലും അത് പ്രശ്നമായത്. പൊതുവിൽ കുഞ്ഞു പാമ്പ് കടിച്ചാൽ പ്രശ്നമില്ല, അത് കുഞ്ഞല്ലേ എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇപ്പം കുഞ്ഞു പാമ്പാണെന്ന് വെച്ച് കുഞ്ഞൂട്ടൻ എന്നുള്ള രീതിയിൽ കുഞ്ഞു മൂർഖൻ പാമ്പിനെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്ത പല ഫോട്ടോസ് നമ്മൾ കാണാറുണ്ട്. സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. വളരെ അപകടകരമാണ്. ഇപ്പൊ തൃശ്ശൂർ കോടാലിയിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നിലത്ത് കിടന്നുറങ്ങുന്ന, അമ്മയോടൊപ്പം കിടന്നുറങ്ങുന്ന 2 മക്കൾ. സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് 2 പേരെയും ഒരേ കുഞ്ഞു പാമ്പ് തന്നെയാണ് കടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാള് മരണപ്പെട്ടു, രണ്ടാമത്തെ ആള് ജസ്റ്റ് കൃത്യമായ ട്രീറ്റ്മെന്റ് ആ സമയത്ത് ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ആദ്യത്തെ കുട്ടീനെ പക്ഷേ എത്തിച്ചതും മരണപ്പെട്ടിരുന്നു. പക്ഷേ പാരന്റ്സ് വിചാരിച്ചത് അത് ഫുഡ് പോയ്സണിങ് കാരണമാണ്, അല്ല സ്നേക്ക് ബൈറ്റ് എന്നൊരു സാധ്യതയെ അവർ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ ആദ്യ ബൈറ്റ് കഴിഞ്ഞിട്ട് മറ്റേ കുട്ടിയിലേക്ക് എത്തിയപ്പം ബൈറ്റിന്റെ ഒരു വിഷത്തിന്റെ ഇന്റൻസിറ്റി ചിലപ്പോൾ കുറഞ്ഞിരിക്കാം. പ്രായത്തിൻ്റെതും പല ഘടകങ്ങളുണ്ട്. ഈ എൻവനമേഷനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ആളുടെ അലർജിക് സിറ്റുവേഷൻസും എത്രത്തോളം മാരകമായിട്ടുള്ള ബൈറ്റ് ആണെന്നുള്ളതും ലൊക്കേഷൻ ഓഫ് ബൈറ്റും അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് വെനം ഇഞ്ചക്റ്റഡ്, ഇങ്ങനെയുള്ള പല കാരണം ഈ വിഷബാധയുടെ സമയത്തെയും തീവ്രതയും അത് സ്വാധീനിച്ചേക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കുഞ്ഞു പാമ്പുകൾ എന്ന് പറയുന്നത് മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ ഈക്വലി ഡേഞ്ചറസ് ആണ്. ശരിക്കും ഏറ്റവും ഡേഞ്ചറസ് കുട്ടികളാണെന്നും കൂടി പറയാം. കാരണം കുഞ്ഞു പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞോളണമെന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് ഈ വെള്ളിക്കെട്ടനെ സംബന്ധിച്ച് മുതിർന്ന വെള്ളിക്കെട്ടൻ കടിച്ചാലും ചിലപ്പോൾ അറിയണമെന്നില്ല. ഉറക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പല്ല് വളരെ ചെറുതാണ്.
ഫാങ്സ് എന്നാണ് വിഷപ്പല്ലിന് പറയുക. ഒരു 3 to 5 മില്ലിമീറ്റർ, 3 മുതൽ 5 മില്ലിമീറ്റർ ഒക്കെ അതിന് വലിപ്പം ഉണ്ടാവുള്ളൂ. ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊതുക് കടിച്ചാൽ ചിലപ്പോൾ നല്ല എന്താണ് ഡീപ്പ് സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ കൊതുക് കടിച്ചതുപോലെയൊക്കെ തോന്നുള്ളൂ. പിന്നീട് എൻവനമേഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നൊക്കെ പറയും. അതിതീവ്ര വേദന അല്ലെങ്കിൽ അസഹനീയമായ വേദനയൊക്കെ ഉണ്ടാവും, കടിച്ച ഭാഗത്തുണ്ടാവും. പക്ഷെ അപ്പോഴേക്കും ഇത് ന്യൂറോടോക്സിക് ആയത് കാരണം ശ്വാസം എടുക്കാനോ എഴുന്നേൽക്കാനോ ഒച്ച വെക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് വിക്ടിം എത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെയൊക്കെ ശ്രദ്ധ അതിലേക്ക് പോകും. ഈ കടിച്ച ഭാഗത്തെ വേദന അറിയണമെന്നില്ല. ഈ പാമ്പ് ബാക്കി ശരീരമാസകലം നമുക്ക് കണ്ണ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും കൺപോളയ്ക്ക് വരെ വളരെ തീവ്രമായ വേദന ഉണ്ടാകും. ഈ മൂർഖനും വെള്ളിക്കെട്ടിനും ഒരേ ലക്ഷണമാണല്ലോ ഈ ഏറെക്കുറെ ഒരേ ലക്ഷണമാണ്. പക്ഷെ വെള്ളിക്കെട്ടിന്റെ വയറ്റിൽ പലപ്പോഴും വയറുവേദന ഒരു അഡീഷണൽ സിംറ്റം ആയിട്ട് കാണപ്പെടാറുണ്ട്. മൂർഖനിൽ പൊതുവെ അത് കാണാറില്ല. ഈ പാമ്പ് കടിച്ചാലുള്ള ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മിത്തുകളുണ്ട്. ഈവൻ ഞാൻ തന്നെ, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചപ്പോൾ പുസ്തകത്തിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, സോപ്പിട്ട് കഴുകുക, എന്നിട്ട് അതിനുശേഷം ബ്ലേഡ് കൊണ്ട് ക്രോസ് മാർക്ക് വരയ്ക്കുക, എന്നിട്ട് രക്തത്തെ പുറത്തേക്ക് കളയുക, എന്നിട്ട് കടിച്ചതിന്റെ മുകൾ ഭാഗത്തായിട്ട് ടവൽ കൊണ്ടോ മറ്റോ കെട്ടുക എന്നുള്ളത്. പക്ഷെ ഇപ്പൊ പറയുന്നു ഇതൊന്നും അല്ല, ചെയ്യരുത് എന്ന്. അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത്, എന്തൊക്കെയാ ചെയ്യാൻ പാടില്ലാത്തത്? ആക്ച്വലി പാമ്പ് കടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എയ്ഡ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് ആളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയും. ഡു ഇറ്റ് റൈറ്റ്, RIGHT. എന്ന് പറഞ്ഞാൽ റീഅഷ്വർ ദ വിക്ടിം എന്നാണ്. കടിയേറ്റ ആളെ നമ്മൾ പേടിപ്പിക്കാതിരിക്കുക, ധൈര്യപ്പെടുത്തുക എന്നുള്ളതാണ്. രക്തയോട്ടം കുറയ്ക്കാൻ, അതായത് ആള് ഭയപ്പെട്ട് കഴിഞ്ഞാൽ രക്തയോട്ടം വർദ്ധിക്കുകയും എൻവനമേഷൻ ഫാസ്റ്റ് ആവുകയും ചെയ്യും. വിഷപ്പാമ്പല്ല, ചേരയുടെ കടി കിട്ടിയിട്ടും ഭയന്ന് മരിച്ച കേസുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകും. അതുകൊണ്ട് ആളെ സമാധാനിപ്പിക്കുക, റീഅഷ്വർ ദ വിക്ടിം. ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക. ഈ മസിൽ ആക്ടിവിറ്റീസ് കുറയ്ക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അത് റെക്കമെൻഡഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ മാത്രം പ്രഷർ ബാൻഡ് അപ്ലൈ ചെയ്യുക. റീഅഷ്വർ, ഇമ്മൊബിലൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗോ ടു ഹോസ്പിറ്റൽ, GH, ഗോ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ വിത്ത് ആന്റിവെനം എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മുടെ വനംവകുപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ കേരളത്തിൽ ആന്റി സ്നേക്ക് വെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളുടെ ലിസ്റ്റൊക്കെ ഉണ്ട്. ആ ലൊക്കേഷന്റെ ഏറ്റവും അടുത്ത് ആന്റിവെനം സ്റ്റോക്കുള്ള ഹോസ്പിറ്റലാണ് ആദ്യം കാണിക്കുക. അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാനുള്ള ലൊക്കേഷനും നാവിഗേഷൻ സിസ്റ്റവും അതിലുണ്ട്. അപ്പോൾ മാത്രമല്ല ഒരു കോൺടാക്ട് നമ്പറും ഉണ്ടാവും. കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ഒരാൾക്ക് പാമ്പ് കടി ഏറ്റിട്ടുണ്ട്, ഇപ്പോൾ വന്നാൽ അവിടെ ആന്റിവെനം ഉണ്ടോ, സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളൊരു കാര്യവും, രണ്ടാമത് ആന്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ ഉണ്ടോ എന്നുള്ള കാര്യവും ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ ടെൽ ദ ഡോക്ടർ എന്നാണ്. ഡോക്ടറോട് സംഭവിച്ചത് എന്താണ് എന്ന് വളരെ ചുരുക്കി പറയുക. ഈ തൃശ്ശൂർ ജില്ലയിലെ കോടാലിയിലെ മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ പാരൻസ് ഡോക്ടറോട് പറഞ്ഞത് ഫുഡ് പോയ്സണിങ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അന്നേരം നിലത്ത് കിടന്നാണ് മക്കൾ ബെഡിട്ട് കിടന്ന് ഉറങ്ങിയത് എന്ന് പറഞ്ഞപ്പോഴാണ് പാമ്പ് കടി ഏറ്റിരുന്നെന്ന് ഡോക്ടർ അങ്ങോട്ട് ചോദിക്കുകയും ആ രീതിയിലേക്ക് ട്രീറ്റ്മെന്റ് മാറുകയും ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വളരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് പെട്ടെന്ന് ഡോക്ടറോട് നിലത്ത് കിടന്ന് ഉറങ്ങി എന്നുള്ളൊരു സാധ്യത പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ്. നിലത്ത് കിടന്നുറങ്ങൽ വീടിനുള്ളിലായാലും നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം വീടിനകത്തേക്കൊക്കെ പാമ്പുകൾ പല രീതിയിൽ വന്നുപെടാൻ സാധ്യതയുണ്ട്. പേടിയാണ്. പാമ്പ് മാത്രമല്ല, ചിലപ്പോൾ പഴുതാരയായിരിക്കാം, ചെറിയ ഏതെങ്കിലും ജീവികളായിരിക്കാം. അപ്പൊ നിലത്ത് കിടന്നുറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സ്നേക്ക് ബൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതൽ ഡോൺസ് ആണ്. ഒന്ന്, ഈ മുറുക്കി കെട്ടുക, ടോർണിക്കെ എന്നൊക്കെ പറയുന്ന, ഇപ്പോഴും NCC കേഡറ്റ്സ് ഹാൻഡ് ബുക്കിലൊക്കെ കടിയേറ്റ ഭാഗത്തിന് അല്പം മുകളിലായിട്ട് തുണി കൊണ്ട് മുറുക്കി കെട്ടണമെന്നും, അതുപോലെ ഈ ഇൻസിസർ ഉപയോഗിച്ച്, മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് അവിടെ ഒരു മുറിവുണ്ടാക്കണമെന്നും രക്തം ഒഴുക്കി വിടണമെന്നും ഒക്കെ പറയുന്നുണ്ട്. തെറ്റാണ്. മുറിവിന്റെ ഭാഗത്തൊന്നും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുറിക്കാനൊന്നും പാടില്ല. മുറിച്ചു കഴിഞ്ഞാൽ രക്തം നഷ്ടപ്പെട്ടിട്ട് അപകടം ഉണ്ടാകും. മാത്രമല്ല ഈ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന വെനം അത് വളരെ സ്ലോയിലാണ് അത് ബ്ലഡിലേക്ക് സാധാരണഗതിയിൽ കലരുള്ളൂ. പക്ഷെ അവിടെ മുറിവുണ്ടാക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് രക്തം എക്സ്പോസ്ഡ് ആവുകയും വേഗം തന്നെ അത് ബ്ലഡിലേക്ക് കലരുകയും, മാത്രമല്ല ഈ രക്തം നഷ്ടപ്പെട്ടിട്ടുള്ള അപകടം അതിന് പുറമേ ഉണ്ടാവുകയും ചെയ്യും. കടിയേറ്റ ഭാഗത്ത് നമ്മൾ പച്ചമരുന്നോ അങ്ങനെയുള്ള സംഗതികളൊന്നും അരച്ച് പുരട്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വിഷമില്ലാത്ത പാമ്പ് കടിച്ചാൽ പോലും അത്തരത്തിലുള്ള ചിലപ്പോൾ പച്ചമരുന്നൊക്കെ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്.
പിന്നെ കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് തേച്ച് കഴുകണമെന്ന് പലരും പറയാറുണ്ട്. അത് ചെയ്യേണ്ടത് ഇപ്പോൾ പൂച്ച കടിച്ചു, അല്ലെങ്കിൽ പട്ടി കടിച്ചു, പൂച്ച പോലുള്ള ഏത് ജീവി മാന്തുകയോ മറ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വൈറസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഈ മുറിപ്പാടിലുള്ള വൈറസിനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ മുറിപ്പാടിൽ വൈറസ് ഒന്നും ഉണ്ടാവില്ല, വൈറസിന്റെ സാന്നിധ്യം അല്ല. ഏതാണ്ട് ഒരു 5-8 മില്ലിമീറ്റർ ഉള്ളിലായിട്ട് അത് വെനമാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് ഈ മുറിപ്പാട് തേച്ച് കഴിയുന്നതുകൊണ്ട് അത് കഴുകിക്കളയാൻ സാധിക്കില്ല. മാത്രമല്ല നല്ലൊരു മസാജ് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുക തേച്ച് കഴിയുമ്പോൾ. വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഈ വെനം ഇഞ്ചെക്ട് ചെയ്ത വെനം സ്ലോലി ആണ് ആദ്യം സ്പ്രെഡ് ചെയ്യുന്നത്, ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് ആദ്യം സ്പ്രെഡ് ചെയ്യുന്നത്. അതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഒരു മണിക്കൂർ കിട്ടേണ്ട ഒരു വിക്ടിം അവിടെ നല്ലൊരു മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, 10-15 മിനിറ്റ് കൊണ്ട് അത് സ്പ്രെഡ് ആവും. അപ്പോൾ ആളുടെ അവൈലബിൾ ടൈം എന്ന് പറയുന്നത് അരമണിക്കൂറായി ചുരുങ്ങും എന്നുള്ളതാണ് അതിലെ അപകടം. അപ്പോൾ ഈ കാര്യം, പിന്നെ വായ കൊണ്ട് ആ മുറിപ്പാടിൽ നിന്ന് വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. പണ്ട് മുതലേ നമ്മൾ ഹിന്ദി സിനിമയിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. തെറ്റാണ്. ആ ആളുടെ വായിലൊക്കെ മുറിവുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കും വിഷബാധയ്ക്കുള്ള ഒരു വിദൂര സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മുറിവില്ലെങ്കിൽ വലിച്ചെടുത്താൽ ചിലപ്പോൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ദഹിച്ചു പോകുന്നതാണല്ലോ, വെനമാണല്ലോ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറയും, ഇല്ലില്ല, വലിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളിപ്പോ വാക്സിൻ ദേഹത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് വായ കൊണ്ട് വലിച്ച് ആ വാക്സിൻ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെ വായ കൊണ്ട് അത് ഒരിക്കലും വിഷം വലിച്ചെടുക്കാൻ പറ്റില്ല. ഈ ബൈറ്റ് കിട്ടിയാലുള്ള ഒരു വെല്ലുവിളികളിലെ നമ്മൾ പാമ്പ് ഏതാന്ന് തിരിച്ചറിയും കൂടി വേണമെന്നുള്ള റിസ്ക് ഫാക്ടർ ഇല്ലേ? നമുക്ക് ആന്റിവെനം ബേസിക്കലി 2 തരമുണ്ട്. ഒന്ന് മോണോവാലന്റ് ആന്റിവെനം, 2 പോളിവാലന്റ് ആന്റിവെനം. മോണോവാലന്റ് ആന്റിവെനം എന്ന് പറഞ്ഞാൽ സ്പീഷീസ് സ്പെസിഫിക് ആണ്. ഇപ്പോൾ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ അതിന് മാത്രം എതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന മോണോവാലന്റ് ആന്റിവെനം. പോളിവാലന്റ് ആന്റിവെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന ആന്റിവെനമാണ് പോളിവാലന്റ് ആന്റിവെനം. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ആന്റിവെനം എന്ന് പറയുന്നത് ഒരേ ഒരു പോളിവാലന്റ് ആന്റിവെനം മാത്രമാണ്. അത് ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്ന 4 ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയെ പ്രതിരോധിക്കാനുള്ള പോളിവാലന്റ് ആന്റിവെനമാണ് നമുക്ക് അവൈലബിൾ ഉള്ളൂ. മൂർഖൻ, വെള്ളിക്കെട്ടൻ, റസൽസ് വൈപ്പർ, സോസ്കെൽഡ് വൈപ്പർ, ഈ 4 ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയെ പ്രതിരോധിക്കാൻ വേണ്ടി പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന പോളിവാലന്റ് ആന്റിവെനമാണ് നമുക്കുള്ളൂ. അപ്പോൾ എൻവെനമേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആന്റിവെനം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ആന്റിവെനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു സംഗതി. രണ്ടാമത്തേത് നമുക്ക് അൺനെസസറി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റിവെനം എന്ന് പറയും. അതായത് ഈ പോളിവാലന്റ് ആന്റിവെനം എഫക്റ്റീവ് അല്ലാത്ത ചില ഇനം വിഷപ്പാമ്പുകളുണ്ട്. ഇപ്പോൾ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ, കേരളത്തിലെ വിഷപ്പാമ്പുകളുടെ കടിയിൽ ഏതാണ്ട് 25% ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറിന്റെ കടിയാണ്. അത് വിഷമുള്ള പാമ്പാണ്, അപകടകാരിയാണ്. പൊതുവിലൊരു ഹെൽത്തി അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം മരണകാരണമാകാറില്ല. പക്ഷേ ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആളെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അത് മരണകാരണമായേക്കാം. അതിന് ആന്റിവെനം ഇല്ല. അപ്പോൾ അതിന്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പോളിവാലന്റ് ആന്റിവെനം കൊടുത്തതുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പോൾ രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോളിവാലന്റ് ആന്റിവെനം കൊടുത്തതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ അത് സ്പീഷീസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺനെസസറി അഡ്മിനിസ്ട്രേഷൻ ഓഫ് പോളിവാലന്റ് ആന്റിവെനം ഒഴിവാക്കാൻ സാധിക്കും. പിന്നൊന്ന്, കൃത്യമായിട്ട് കടിച്ച ഇനത്തെ തിരിച്ചറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നോൺ വെനമസ് ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റോങ് ഇൻഡിക്കേഷൻസ് കാണിക്കാം. ചിലർക്ക് പ്രൊലോങ്ഡ് ക്ലോട്ടിംഗ് ടൈമൊക്കെ കാണിച്ചേക്കാം. അപ്പോൾ അത് എൻവെനമേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. പക്ഷെ നോൺ വെനമസ് കടിച്ചാൽ അങ്ങനെ റോങ് ഇൻഡിക്കേഷൻസ് വന്നാൽ പോലും ഒന്ന് വെയിറ്റ് ചെയ്യാനും ആന്റിവെനം അഡ്മിനിസ്ട്രേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും വെനം ഉള്ളിൽ ചെല്ലാത്ത ഒരാൾക്ക് അതാണെന്ന് കരുതി ആ വെനം കൊടുത്താൽ അത് പ്രശ്നമാവുമോ? അത് പ്രശ്നമാകാം. അതായത് വിഷം കുത്തിവെക്കുന്ന പോലെയോ? വിഷം കുത്തിവെക്കുന്ന, അതായത് അതാണ് ഈ പേടിക്കുന്നത് ഡോക്ടേഴ്സ് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുന്നത്. അനാഫിലാറ്റിക് ഷോക്ക് എന്ന് പറയുന്ന കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാം. ഈ വയനാട്ടിൽ ആ പെൺകുട്ടി മരിച്ചൊരു സംഭവം ഉണ്ടായില്ലേ, അതില് ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഈ വെനം കുത്തിവെക്കാൻ ഒരു സാവകാശം ഉണ്ടായി എന്നുള്ളതായിരുന്നല്ലോ അന്ന് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഘടകങ്ങൾ ഇതാണോ? അല്ല, പല കാര്യങ്ങളും ഇപ്പം ഹോസ്പിറ്റൽസ് അതിനുള്ള സംവിധാനം വേണം. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആന്റിവെനം ഒരു ബേസിക് ഡോസ് 5 വയലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ ICUലേക്ക് മാറേണ്ടി വരും. ചിലപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വരും. അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് ആന്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഒരു പിറ്റ് വൈപ്പറിനെ പറ്റി പറഞ്ഞല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ കടിക്കുന്നത്. എന്താണ് അത് മാത്രം ഇങ്ങനെ ഏറ്റവും കൂടുതൽ കടിക്കാൻ കാരണം? എന്താ അത്? അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഇന്ത്യൻ സെനാറിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെയും കടിച്ചിരിക്കുന്നത് ഈ ബിഗ് 4 വെനമസ് സ്നേക്സ് ആണ്. അതായത് കോബ്ര,
വെള്ളിക്കട്ടൻ, വെള്ളിക്കട്ടൻ, റസൽസ് വൈപ്പർ, സോസ്കൈൽഡ് വൈപ്പർ. ഒരു ഇന്ത്യൻ സെനാരിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹംബ്നോസ്ഡ് വിറ്റ് വൈപ്പർ ഒരു ത്രെട്ട് അല്ല. പക്ഷേ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു മേജർ ത്രെട്ടായിട്ട് നിൽക്കുന്നത് ഹംബ്നോസ്ഡ് വിറ്റ് വൈപ്പറാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സൗത്ത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. സൗത്ത് വെസ്റ്റേൺ ഗാർഡ്സിൽ തന്നെ ഇപ്പോൾ ഗോവ മുതൽ കർണാടക, കേരള, തമിഴ്നാട്. അതിൽ കർണാടകയിൽ ഇത് കാണുന്ന സ്ഥലങ്ങളൊക്കെ കൂടുതലും ഉൾവനപ്രദേശങ്ങളാണ്, ജനവാസ മേഖലയോട് ചേർന്നുള്ള സ്ഥലങ്ങളല്ല. ഈ ഹംബ്നോസ്ഡ് വിറ്റ് വൈപ്പറിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ നീർവാർച്ചയുള്ള പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. കേരളത്തിൽ അങ്ങനെയുള്ള വനപ്രദേശങ്ങളും കൃഷിയിടങ്ങളും ഉണ്ട്. ഹെൽത്തി അഡൾട്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നൊരു ചെറിയ പാമ്പാണ്, വലുപ്പം കുറവാണ്, ക്വാണ്ടിറ്റി ഓഫ് വെനം ഇഞ്ചക്റ്റഡ് കുറവായിരിക്കും. ഹെൽത്തി അഡൾട്ട്സിന് പൊതുവെ ഒരു അപകടകാരിയല്ല. എന്നാലും കുഞ്ഞുങ്ങളെയും അലർജിക് ഇഷ്യൂസ് ഉള്ളവരെയും റെഗുലർ മെഡിക്കേഷനൊക്കെ ഉള്ള ആൾക്കാരെയും നല്ല പ്രായമുള്ള ആൾക്കാരെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകാനും സാധ്യതയുണ്ട്. ഈ ബിഗ് ഫോറിൽ എന്തുകൊണ്ട് രാജവെമ്പാല ഇല്ലാത്ത? രാജവെമ്പാല സാധാരണഗതിയിൽ ആൾക്കാരെ കടിക്കാറില്ല എന്നുള്ളതാണ്. ലോകത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ്. അപ്പം സാധാരണ പാമ്പ് കടി ഏൽക്കുന്നത് ഈ പാമ്പിന്റെ തൊട്ടടുത്ത് നമ്മൾ എത്തുന്നു, അതിനെ കാണാതെ അതിന്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അത് കടിക്കുന്നു എന്നുള്ളതാണ്. രാജവെമ്പാലയെ കാണാതെ അതിന്റെ തൊട്ടടുത്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഏതായാലും കാടിന് പുറത്തേക്ക് ഒരു രാജവെമ്പാല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അലേർട്സ് കിട്ടും. കാക്കക്കൂട്ടങ്ങൾ കരയുന്നു, ഇപ്പം പരിസരത്ത് പട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പാമ്പിനെ കണ്ടിട്ട് കുരയ്ക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തോ ഒരു സ്ഥിരം അവിടെ വരാത്തൊരു ജീവി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ള അലേർട്സ് കിട്ടും. അപ്പോൾ നമുക്ക് ആ പാമ്പിനെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഉൾവനങ്ങളാണ്. വളരെ അപൂർവമായിട്ട് മേറ്റിങ്ങിന് ഇപ്പോൾ ഒരു പെൺപാമ്പിന്റെ ഫെറോമോൺസ് സെൻസ് ചെയ്തിട്ട് ഒരു 10-12 കിലോമീറ്റർ ദൂരെ നിന്ന് രാജവെമ്പാല വരുന്നു. ഇഴഞ്ഞു വരുമ്പോൾ ഇതിനിടയ്ക്ക് 2-3 എൻക്ലോഷേഴ്സ്, ആളുകൾ താമസമുള്ള സ്ഥലങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് ജനവാസ മേഖലകളിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ളത്. ഇല്ലില്ല, രാജവെമ്പാല വിഷം ചീറ്റത്തില്ല. അപ്പൊ പിന്നെ ഈ ആഫ്രിക്കയിൽ ഈ ആനേന്റെ മേലേക്കൊക്കെ ചീറ്റുന്ന ഈ രാജവെമ്പാലയല്ലേ? അല്ലല്ല, ആഫ്രിക്കയിൽ സ്പിറ്റിംഗ് കോബ്രാസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം ലോകത്താകെ 33ഓളം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട കോബ്രകളുണ്ട്. നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ 4 ഇനം കോബ്രയാണുള്ളത്. രാജവെമ്പാല ഈ കോബ്ര വിഭാഗത്തിൽ പെടുന്നതല്ല. ഇന്ത്യയിലുള്ള 4 ഇനം കോബ്രാസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന നാജനാജ. കേരളത്തിൽ ഒരേ ഒരു കോബ്രയേ ഉള്ളൂ, നാജനാജ എന്ന് പറയുന്ന സ്പെക്ടക്കിൾഡ് കോബ്ര. 2 കണ്ണും ഒരു മൂക്കും ഉള്ള, പത്തിയുടെ പുറകിൽ 2 കണ്ണും ഒരു മൂക്കും ഉള്ള സ്പെക്ടക്കിൾ ചിഹ്നമില്ല. ഇല്ലില്ല. മോണോക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന 2ാമത്തെ ഇനം, ഇന്ത്യയിൽ കാണുന്ന 2ാമത്തെ ഇനം, അത് കേരളത്തിലില്ല. അതിന്റെ പത്തിയുടെ പുറകിൽ ഒരു ചിത്രശലഭത്തിൻ്റെതുപോലെയോ അല്ലെങ്കിൽ ഒരു വൃത്താകൃതിയോ ഒക്കെയാണ് കാണപ്പെടാറ്. മറ്റ് 2 ഇനം കോബ്രയും കൂടെ ഇന്ത്യയിലുള്ളത്, ഒന്ന് കാസ്പിയൻ കോബ്ര അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ കോബ്ര എന്ന് പറയും, പിന്നെ ഒന്ന് ആൻഡമാൻ കോബ്ര. ഈ മോണോക്കിൾഡ് കോബ്രയ്ക്ക് വിഷം ചെറിയൊരു ദൂരത്തേക്ക് ചീറ്റാൻ പറ്റും. ഇന്ത്യയിൽ വിഷം ചീറ്റാൻ സാധിക്കുന്ന ഒരേ ഒരു പാമ്പെന്ന് പറയുന്നത് ഈ മോണോക്കിൾഡ് കോബ്രയാണ്. ഒരു 5 അടി ദൂരത്തേക്കൊക്കെ അതിന് വിഷം ചീറ്റാൻ സാധിക്കും. ശത്രുവിന്റെ കണ്ണിലേക്കൊക്കെ വിഷം ചീറ്റി കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത. ഈ പരിണാമത്തിൽ വിഷം ചീറ്റുന്നതിലേക്ക് എത്തിയത് എങ്ങനെയായിരിക്കും? ആൾക്കുരങ്ങുകൾക്ക് പാമ്പിനെ പേടിയില്ലാതെ ഈ പാമ്പുകൾ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. കടിച്ചിട്ട് രക്ഷപ്പെടാനുള്ള ഒരു സാവകാശം കിട്ടത്തില്ല. അപ്പൊ അടുത്ത് വരുമ്പോൾ തന്നെ അതിന്റെ കണ്ണിലേക്ക് വിഷം ചീറ്റിയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു അഡാപ്റ്റേഷൻ വേണ്ടി വന്നു. അങ്ങനെ പരിണമിച്ച ആൾക്കുരങ്ങുകളുള്ള പ്രദേശങ്ങളിൽ ഉള്ള വിഷപ്പാമ്പുകൾക്ക് അങ്ങനെ പരിണമിച്ചുണ്ടായതാണ് എന്നുള്ളൊരു പഠനം ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഏപ്പ് ഇല്ലല്ലോ. ഇന്ത്യയിൽ ഏപ്സ് ഇല്ല. ഇന്ത്യയിൽ നമുക്ക് സ്പിറ്റിംഗ് കോബ്രാസ്, ഇന്ത്യയിൽ ആക്ച്വലി നമ്മുടെ എന്താണ് ഹോളോഗിബൺ എന്ന് പറയുന്ന ഒരു ഏപ്പുണ്ട്. ഹോളോഗിബൺ അത് നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ തെക്കൻ പ്രദേശങ്ങളിലോ ഒന്നുമില്ല. നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശിലൊക്കെയാണ് അതിന് അപൂർവമായിട്ട് കാണപ്പെടുന്നത്. നമുക്ക് ഇന്ത്യയിൽ സ്പിറ്റിംഗ് കോബ്രാസും ഇല്ല. നമുക്ക് ഈ മോണോക്കിൾഡ് കോബ്രയേ ഉള്ളൂ. അതിന് കുറച്ച് ദൂരത്തേക്ക് ഒന്ന് സ്പിറ്റ് ചെയ്യാൻ കഴിവുള്ള സ്ഥലത്താണോ അത് നമുക്കുള്ളത്? നമുക്ക് ഒഡീഷയിലും ആസാമിലും ഒക്കെയാണ് അതുള്ളത്, ഈ സ്പിറ്റ് ചെയ്യുന്ന കോബ്ര ഉള്ളത്. അത് അതിന്റെ ഒരു എന്താണ്, മറ്റ് സ്പിറ്റിംഗ് കോബ്ര, ആഫ്രിക്കൻ സ്പിറ്റിംഗ് കോബ്രാസിനെ പോലെയൊക്കെ റെഗുലറായിട്ട് സ്പിറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഇല്ല. അതിന് സ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഈ വിഷപ്പാമ്പുകളുടെ ഫാങ്സിന്റെ അറ്റത്താണ്, ഇപ്പം നമ്മുടെ സിറിഞ്ചിന്റെ നീഡില് പോലെ ഒരു ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു ഘടനയാണ് ഈ വിഷപ്പല്ലുകൾക്കുള്ളത്. അത് ആ ടിഷ്യൂലേക്ക് ഇഞ്ചക്ട് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു ധർമ്മം. പക്ഷെ ഈ മോണോക്കിൾഡ് കോബ്രയുടെ വിഷപ്പല്ലിന്റെ മുൻവശത്താണ് അതിന്റെ ഒരു ഓപ്പണിങ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വെനം ഗ്ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കംപ്രഷൻ മസിൽസ് ശക്തിയായിട്ട് കംപ്രസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ സിറിഞ്ചിൽ നിന്ന് ഇങ്ങനെ വാക്സിൻ
പുറത്തേക്ക് തെറിപ്പിക്കുന്നത് പോലെ ഒരു 5 അടി ദൂരത്തേക്ക് പരമാവധി അതിന് വിഷം തെറിപ്പിക്കാൻ 2-3 തരത്തിലുണ്ട് വിഷപ്പല്ലുകൾ. ഒന്ന് പ്രോട്രോഗ്ലിഫസ് എന്ന് പറയും. അതായത് ഇപ്പം മൂർഖം പാമ്പ്, അതുപോലെ രാജവെമ്പാല, വെള്ളിക്കെട്ടൻ, അതിൻ്റെയൊക്കെ വിഷപ്പല്ലുകൾ ഫിക്സ്ഡ് ആയിട്ടുള്ള വലുപ്പം കുറഞ്ഞ വിഷപ്പല്ലുകളാണ്. പിന്നൊന്ന് സോളിനോഗ്ലിഫസ് എന്ന് പറയും. അതായത് ഇപ്പം അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകൾക്കൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫോം ഓഫ് ഫാങ്സ് എന്ന് പറയുന്നതാണ്. അതായത് ഹിഞ്ച്ഡ് ഫാങ്സ് ആണ്. ഇങ്ങനെ മടക്കി വയ്ക്കാനും നിവർത്താനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള വലുപ്പം കൂടിയ വിഷപ്പല്ലുകളാണ് അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകൾക്കൊക്കെ ഉള്ളത്. പിന്നൊന്ന് റിയർ ഫാങ്സ് ആണ്. ഈ നമ്മുടെ വിസ്ഡം ടീത്തിൻ്റെയൊക്കെ, കടവാപ്പല്ലിൻ്റെയൊക്കെ ആ ഭാഗത്ത് ഉൾവശത്തായിട്ട്, വായുടെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഫാങ്സ് ആണ്. നമുക്ക് ഉഗ്രവിഷമുള്ള പാമ്പുകൾക്കൊന്നും അത്തരത്തിലുള്ള വിഷപ്പല്ലുകൾ കേരളത്തിലില്ല. പച്ചിലപ്പാമ്പുകൾ, അതുപോലെ പൂച്ചക്കണ്ണം പാമ്പുകൾ പോലുള്ള മൈൽഡ്ലി വെനമസ് കാറ്റഗറിയിലുള്ള പാമ്പുകൾക്കാണ് അത്തരത്തിലുള്ള ഉൾവശത്ത് ഫാങ്സ് ഉള്ള പാമ്പുകൾ കേരളത്തിലുള്ളത്. ഈ പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്ന വ്യാജ പ്രചരണം എന്താണ്? അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചാരത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ കണ്ട മാത്രയിൽ അത് ആണും പെണ്ണും തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ അതിന്റെ പ്രായം പറയുക, ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കാറുണ്ട്. പിന്നെ ഈ അങ്ങനെ ഉള്ള കാര്യങ്ങൾ, ഇപ്പൊ പാമ്പ് പാല് കുടിക്കുക, ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിച്ചാലും നമുക്ക് വേറെ മറ്റ് പാമ്പിനും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. പക്ഷെ ഇപ്പം മണ്ണെണ്ണ തളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടത് കൊണ്ടോ പാമ്പ് വരില്ല എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ അശ്രദ്ധരാവുക എന്നുള്ളത് പലപ്പോഴും അപകടങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. ഈ പണ്ട് പാമ്പുകളെ പിടിക്കുന്ന ആൾക്കാർ, പാമ്പാട്ടികൾ ഇങ്ങനെ മകുടിയായിട്ട് വന്നിട്ട് ഈ സ്ഥലത്തൊക്കെ പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ മകുടി ഊതിയിട്ട് കുറെ പാമ്പുകളെ പിടിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കഥകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട്. അഡ്വാൻസ് ചെയ്ത് പാമ്പിനെയൊക്കെ കൊണ്ട് വിട്ടിട്ട് ആ പാമ്പിൻ്റെ സ്ഥലത്തേക്കൊക്കെ കയറി പോയിട്ടുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുകയും അവരതിനെ തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. ആക്ച്വലി പാമ്പിന് ശബ്ദം കേൾക്കാനോ തിരിച്ചറിയാനോ ഉള്ള കഴിവൊന്നുമില്ല. ഈ പാമ്പ് പിടുത്തത്തിനെ പറ്റി പറഞ്ഞോണ്ടായി, പാമ്പ് പിടുത്തത്തിലെ അശാസ്ത്രീയത നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ പിടിക്കുന്ന പാമ്പുകൾ, അശാസ്ത്രീയമായിട്ട് പിടിക്കുന്ന പാമ്പുകളെ പിന്നീട് കാട്ടിൽ കൊണ്ടുപോയിട്ട് വിടുമ്പം അവയ്ക്ക് അതിജീവിക്കാൻ പറ്റാറില്ല എന്നും പലതും ചത്തുപോകുന്നുണ്ടെന്നും പറയുന്നു. അതിന് പ്രധാനമായിട്ടും പറയുന്നത് അതിൻ്റെ കുഴല് പോലുള്ള ശരീരത്തിൽ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തായിരിക്കും അതിൻ്റെ ആന്തരിക അവയവങ്ങൾ, പ്രധാനപ്പെട്ട ഹൃദയവും വൃക്കയും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ പിടിച്ചമർത്തുമ്പോൾ ഒരുപക്ഷെ അമർന്നു പോകുന്നത് വൃക്കയോ ഹൃദയമോ ഒക്കെ ആവും എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കൊണ്ടുവരാം. വളരെ ശാസ്ത്രീയമായി പാമ്പുകളെ ഹാൻഡിൽ ചെയ്താലാണ്, കൈകാര്യം ചെയ്താലാണ് അതിന് അതിജീവിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പല ജീവികളെയും നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ട്. അതിൽ ഏറ്റവും സേഫായിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവി എന്ന് പറയുന്നത് പാമ്പുകളാണ്. സയന്റിഫിക് റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: പിടിക്കുന്ന ആളിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, ആ പിടികൂടുന്ന പാമ്പിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. ഇപ്പൊ കഴുത്തിന് പിടിച്ച് പാമ്പിനെ ഒരു കുപ്പിക്കകത്താക്കുന്നു. കഴുത്തിന് പിടിക്കുമ്പോഴേക്കും പാമ്പിന്റെ കഴുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നട്ടെല്ലും ഒക്കെ വളരെ ലോലമായിട്ടുള്ള നട്ടെല്ലാണ്. നമ്മളെപ്പോലെ നിവർന്നു നിൽക്കാനോ ഒന്നും പറ്റുന്നതല്ല. നിലത്ത് പടർന്നു കിടക്കുന്ന വള്ളികളെ പോലെ ബലഹീനമാണ് പാമ്പുകളും. വാരിയെല്ലുകളും ബലഹീനമാണ്. അപ്പം ഈ കഴുത്തിനൊക്കെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നട്ടെല്ലിന് ഡാമേജ് ഉണ്ടാകാം, വാരിയെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാകാം. നമ്മുടെ വാരിയെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തോളിൻ്റെ താഴെ, പൊക്കിളിൻ്റെ മേൽവശത്തായിട്ടുള്ള ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ പാമ്പുകൾക്ക് ആ ഒരു പോർഷനിൽ മാത്രമല്ല, സ്കള്ള് മുതൽ, തലയോട്ട് മുതൽ താഴെ ഈ വാലറ്റം വരെയും അല്ലെങ്കിൽ അതിൻ്റെ മലദ്വാരത്തിൻ്റെ ഭാഗം വരെയും വാരിയെല്ലുകൾ തുടർച്ചയായിട്ടുണ്ട്. ഇതിനുള്ളിൽ ആന്തരികാവയവങ്ങളുണ്ട്. അപ്പം എല്ലാം ദീർഘാകൃതിയിലാണ്. നമ്മുടെ ആന്തരികാവയവങ്ങൾ കൂടുതലും നമ്മുടെ ഈ ബോഡിയുടെ മധ്യഭാഗത്താണുള്ളത്. ഇതിൻ്റെ ഹൃദയമായാലും അതുപോലെ വൃക്കയായാലും കരളായാലും എല്ലാം ദീർഘാകൃതിയിൽ, നീളത്തിലാണ്. അപ്പോൾ എവിടെ നമ്മൾ മുറുക്കി കൈകൊണ്ട് പിടിച്ചാലും ഈ വാരിയെല്ല് പൊട്ടാനും അത് ഇന്റേണൽ ഓർഗൻസിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനും അവിടെ ഇൻഫെക്ഷൻ ആകാനും 2-3 ആഴ്ച കൊണ്ട് പാമ്പ് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട്. പാമ്പിന് ആഹാരം കഴിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഈ ലോവർ ജോസ്, കീഴ്ത്താടിയെല്ലുകൾ രണ്ട് വ്യത്യസ്ത അസ്ഥികളായതുകൊണ്ടും അതിങ്ങനെ പരമാവധി ചലിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ടും വലിയ ജീവിയെ വിഴുങ്ങാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ആ മസിൽസിനൊക്കെ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പിന് ആഹാരം കഴിക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, കഴുത്തിലൂടെ പാസ് ചെയ്യുന്ന അതിൻ്റെ ശ്വാസനാളത്തിനും അന്നനാളത്തിനും ധമനികൾക്കും ഒക്കെ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പാമ്പിന്റെ റെസ്ക്യൂ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണല്ലോ. അതിൽ സ്ഥിരമായിട്ട് കേരളത്തിൽ
ആളുകൾ പാമ്പുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പം സ്ഥിരമായിട്ട് ഇത് കാണപ്പെടുന്ന സ്ഥലത്തിനൊരു പാറ്റേൺ ഉണ്ടോ? പിന്നെ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന പാമ്പ് ഏതാണ്? മൂർഖം പാമ്പാണ് സാധാരണഗതിയിൽ നമ്മുടെ ജനവാസ മേഖലകളിലൊക്കെ കൂടുതലും കാണപ്പെടുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങളിലോ കൃഷിയിടങ്ങളിലോ ഒക്കെ കാണുന്നതിനേക്കാൾ നല്ല വലുപ്പമുള്ള മൂർഖം പാമ്പ്, ഈവൻ ഒരു 8 അടിയൊക്കെ നീളമുള്ള നല്ല നമ്മുടെ കൈവണ്ണമുള്ള മൂർഖം പാമ്പൊക്കെ സിറ്റീസിലാണ് കൂടുതലും കാണുന്നത്. ഇപ്പം മാർക്കറ്റിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ, എലിയുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നല്ല വലുപ്പമുള്ള മൂർഖനും അണലിയും ഒക്കെ കാണുന്നത്. ഈ വീടുകളിലൊക്കെ എത്തുമ്പോൾ ഭയങ്കര പാനിക് സിറ്റുവേഷൻ ആയിരിക്കും അവര് പലപ്പോഴും ഇപ്പം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും അതുപോലെ ലേഡീസും മാത്രമുള്ള വീട്ടിൽ, അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ മാത്രമുള്ള വീടുകളിലൊക്കെ അവർ ഭയങ്കര പാനിക്കായിട്ടായിരിക്കും. ചിലപ്പോൾ വിളിച്ച് കരയുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഈ പാമ്പിനെയൊക്കെ പിടിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ തൊഴുത് സംസാരിക്കുന്ന നല്ല പ്രായമുള്ള അമ്മമാരൊക്കെ തൊഴുത് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഒത്തിരി നമ്മൾ വിളിച്ചിരുത്തി സൽക്കരിച്ച് ചായയൊക്കെ ഉണ്ടാക്കി തന്ന് ഒക്കെ വിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരിടത്തുനിന്ന് പാമ്പിനെ കിട്ടിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? വളരെ ഒരു മോഡേൺ രീതിയിലുള്ള വീടിനകത്ത്, യൂറോപ്യൻ ക്ലോസറ്റിനകത്തുനിന്നൊക്കെ പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. AC-ക്കകത്തുനിന്നും അതുപോലെ ഫ്രിഡ്ജിനകത്തുനിന്നും ഒക്കെ. AC-യിൽ എങ്ങനെയാ എത്തുന്നത്? അത് പല രീതിയിലായിരിക്കാം. ഒന്ന് ചിലപ്പോൾ AC-യോട് ചേർന്ന് സർവീസ് വയർ വരുന്ന ഒരു എയർ ഹോള് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർട്ടനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. AC-യിൽ കയറിയിരിക്കുന്ന ഇപ്പം ചുമർ പാമ്പ് എന്നൊക്കെ പറയുന്ന പാമ്പ്, അല്ലെങ്കിൽ വെള്ളിക്കെട്ടനൊക്കെ ചെറിയ ഗ്രിപ്പുള്ള ചുമരിലൂടെയൊക്കെ അല്ലെങ്കിൽ അതിന്റെ കോർണറിലൂടെയൊക്കെ കയറിപ്പോകാൻ പറ്റുന്ന പാമ്പുകളാണ്. ഈ ചുമർ പാമ്പൊക്കെ പലപ്പോഴും നമ്മുടെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സിനൊക്കെ ഇടയിൽ ട്യൂബിന്റെ ഫ്രെയിമിനകത്ത് AC-യുടെ മറ്റേ അകത്ത് റൂമിനകത്ത് വയ്ക്കുന്ന സ്പ്ലിറ്റ് AC-യിലാണെങ്കിൽ ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ടാവുമല്ലോ, അതിൽ ആ ഭാഗത്തൊക്കെ കയറിയിരിക്കാൻ സാധ്യത. ഈ മിനുസമുള്ള പ്രതലത്തില് പാമ്പിന് എഴയാൻ പറ്റില്ല, എഴയാനുള്ള സാധ്യത കുറവാണ്. മാർബിൾ ടൈല്. എന്നാലും ഇപ്പം വീടിനകത്ത് എലിയുടെയൊക്കെ സാന്നിധ്യം മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ, സെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പാമ്പ് അതിനെ പിടിക്കാൻ വേണ്ടി വീടിനകത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസിൽ എഴയാൻ അതിന് ബുദ്ധിമുട്ടാണ്. ഈ പാമ്പുകളിലെ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പാമ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാംബോയാണോ? അല്ല, ഇപ്പം കടൽ പാമ്പിനെ മാറ്റി നിർത്തിയ കരയിൽ ഏതായിരിക്കും? ബ്ലാക്ക് മാംബയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ലോകത്തെ ഏറ്റവും നീളം കൂടിയ പാമ്പ് രാജവെമ്പാലയാണ്. രണ്ടാമത് വരുന്നത് ബ്ലാക്ക് മാംബയാണ്. പൊതുവിൽ ഈ ഹൈലി വെനമസ് ആയിട്ടുള്ള പാമ്പുകളൊക്കെ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് അതിന് അതിന്റെ ഒരു കായികമായിട്ടുള്ള കരുത്ത് അല്പം കുറവായിരിക്കും, വേഗത അല്പം കുറവായിരിക്കും. അപ്പം സ്ട്രെങ്തും സ്പീഡും കമ്പാരിറ്റീവ്ലി കുറവായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ചേരയുടെ അത്ര വേഗത മൂർഖം പാമ്പിന് ഉണ്ടാവില്ല. അപ്പം വിഷമില്ലാത്ത പാമ്പുകൾ അതിന്റെ ഈ കായികമായിട്ടുള്ള ഒരു കരുത്തും അതുപോലെ ഈ വേഗതയും ഉപയോഗിച്ചാണ് ഇര പിടിക്കുക. വിഷപ്പാമ്പുകൾ വിഷം ഉപയോഗിച്ചാണ് ഇര പിടിക്കുക. പക്ഷെ ഈ ബ്ലാക്ക് മാംബയെ സംബന്ധിച്ചിടത്തോളം അതിന് കരുത്തും വേഗതയും കൂടുതലുമാണ്, എന്നാൽ ഉഗ്രവിഷമുള്ള പാമ്പുമാണ്. ആഫ്രിക്കയിലെ മൃഗങ്ങളൊക്കെ അത് കടിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ സ്റ്റിഫായി നിന്നിങ്ങനെ രണ്ട് കാലും പൊന്തിച്ച് വായക്കൂടെ നൊര വന്നിട്ട് വീഴുന്നൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടു. ന്യൂറോടോക്സിക് ആണ്, ബേസിക്കലി അത് ന്യൂറോടോക്സിക് ആണ് ബ്ലാക്ക് മാംബ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സ്നേക്സ് ആണ്. നമ്മുടെ മൂർഖനേക്കാളൊക്കെ നല്ല വലുപ്പത്തിൽ വളരും. ഏതാണ്ട് 14 അടിയോളം നീളത്തിൽ വളരുന്ന ഒരു പാമ്പാണ്. നല്ല വേഗതയുമാണ്. ഏതാണ്ട് 16 km/h സ്പീഡിൽ സഞ്ചരിക്കാനൊക്കെ കഴിയുന്ന പാമ്പാണ്. പേടിപ്പെടുത്തുന്ന പാമ്പുകൾ ഇതൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന അനാക്കോണ്ടനെ വെച്ചുകൊണ്ടാണ്. അനാക്കോണ്ട ശരിക്കും ഈ വരിഞ്ഞു മുറുക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അതിനങ്ങനെ ഒരു ഡേഞ്ചറസ് അല്ല. വരിഞ്ഞു മുറുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ബലമല്ല അത് പ്രയോഗിക്കുന്നത്. നമുക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള നല്ല വലുപ്പമുള്ള മലമ്പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള പ്രഷർ അപ്ലൈ ചെയ്യും. ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മലമ്പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടു. അധികം വലുപ്പമുള്ള മലമ്പാമ്പൊന്നും അല്ല, അത് കഴുത്തിൽ ചുറ്റിയിട്ട് ആള് മരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഈ FB-യിലും യൂട്യൂബിലും കറങ്ങി നടന്നിരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു മലമ്പാമ്പിനെ വളർത്തിയ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ട്. എന്നിട്ട് കുറേ കാലമായിട്ട് ആ മലമ്പാമ്പിനെ കൂടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഭക്ഷണം കഴിക്കൽ നിർത്തി. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴാണ് പറഞ്ഞത് അത് നീളം അളക്കുകയായിരുന്നു, അതിനനുസരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. എന്താണ് അതിനെ പറ്റിയിട്ട്? അങ്ങനെ അതൊരു കഥയാണ്. അത് ആക്ച്വലി അങ്ങനെ നീളം അളന്നിട്ട് പിടിച്ച് കഴിക്കാനുള്ള ബുദ്ധിപരമായിട്ടുള്ള വികാസമൊന്നും പാമ്പുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ കഥയെ ബേസ് ചെയ്തിട്ടും മറ്റു കഥകൾ ഒക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടും പല AI വീഡിയോസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പക പോക്കാനുള്ള ബുദ്ധിയൊന്നും ഇതിനില്ല. ബുദ്ധിയില്ല, ഓർമ്മശക്തിയും വളരെ കുറവാണ്.
അതിന്റെ ഓർമ്മശക്തിയൊക്കെ വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ് പിന്നെ പാമ്പുകൾക്ക്. ഇണയെ കൊന്ന മൂർഖൻ ആക്രമിക്കാൻ വരുന്നത് അടുത്ത വർഷം കൃത്യമായിട്ട് വന്ന് തിരിച്ച് കടിക്കും. തല്ലിക്കൊല്ലുന്ന ആളിന്റെ ഫോട്ടോ കണ്ണിലെടുത്ത് വെക്കും എന്നൊക്കെയാണ്. ഇപ്പൊ കണ്ണ് തുറക്കുമ്പോ എന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ ശാസ്ത്രീയത പോയി. അതെ കണ്ണ് അതെ, കാരണം തുറക്കാനും അടയ്ക്കാനും പോളയില്ലല്ലോ. പറ്റാത്ത ജീവി ആണ് പാമ്പെന്ന് പറയുന്നത്. പിന്നെ ഏക ഇണയല്ലല്ലോ ഇതിന്. അല്ലല്ല, ഒന്നിലധികം ഉണ്ടാകാറുണ്ട്. ഒരു സീസണിൽ തന്നെ ഇപ്പം നമ്പർ ഓഫ് മീറ്റിംഗ്സ് നടത്താറുണ്ട്. പിന്നെ ചിലപ്പോൾ സീസണിൽ മീറ്റിംഗ് നടത്തിയില്ലെങ്കിലും മുട്ടയിടാനോ അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്താനോ ഉള്ള കഴിവുണ്ട്. അതായത് മീറ്റിംഗ് നടത്തിയ ഉടനെ, സാധാരണഗതിയിൽ ഇപ്പോൾ പക്ഷികളിലോ മാമൽസിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് നടത്തിയ ഉടനെ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുക എന്നുള്ളതാണ്. പാമ്പിന് അതിന് വേണമെങ്കിൽ ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും. സ്പേംസ് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള കഴിവുകൾ പാമ്പുകൾക്കുണ്ട്. പിന്നെ നമ്മൾ തീരെ പരാമർശിക്കാതെ പോയൊരു പാമ്പാണ് കടൽപ്പാമ്പ്. കാരണം ഏറ്റവും അധികം വിഷമുള്ള പാമ്പ് എന്ന് പറയുന്ന ഒരിനം പാമ്പാണ്. പിന്നെ കാണാനും ഭംഗിയാണ്. പൊതുവെ കരയിൽ കാണുന്ന പാമ്പുകളെക്കാൾ വെനം ടോക്സിസിറ്റി അല്ലെങ്കിൽ വെനം ഇന്റൻസിറ്റി ഒക്കെ കൂടുതലാണ് കടൽ പാമ്പുകൾക്ക്. സാധാരണഗതിയിൽ അത് മനുഷ്യർക്ക് അപകടകാരികളല്ലാത്ത ഈ മയോടോക്സിൻസ് ഒക്കെയാണ് കടൽ പാമ്പുകളുടെ വിഷത്തിൽ കൂടുതലായിട്ടുണ്ടാകുന്നത്, പേശികളെ ബാധിക്കുന്ന വിഷം. കൂടുതലായിട്ട് അവ അപകടകാരികളാകാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വെനം ഡെലിവറി മെക്കാനിസം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് അത് വെള്ളത്തിലായിരിക്കുമ്പോഴാണ്. പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മത്സ്യബന്ധനത്തിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർ വല എടുത്ത് ബോട്ടിലേക്ക് വലിച്ചു കയറ്റുമ്പോഴേക്കും അതിൽ കുരുങ്ങിയിട്ടൊക്കെ കടൽ പാമ്പുകൾ വലയിൽപ്പെട്ട് ബോട്ടിലൊക്കെ എത്താറുണ്ട്. അവർ വളരെ കൂളായിട്ട് കൈകൊണ്ടെടുത്തതിനെ വീണ്ടും കടലിലേക്ക് ഇടും. പക്ഷെ അന്നേരം ഇത് കടിക്കാറുമില്ല. കടിച്ചാൽ തന്നെ പ്രോപ്പറായിട്ട് വെനം ഡെലിവറി ചെയ്യാനുള്ള ഒരു സംവിധാനം അന്നേരം ഫങ്ഷൻ ചെയ്യത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർ കടലിലേക്ക് ഇറങ്ങുകയും അവിടെ വെച്ച് ഈ പാമ്പ് കടിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ബൈറ്റ് ഉണ്ടാകും എന്നുള്ളത്. ഉഗ്രവിഷമുള്ള പാമ്പുകളാണെന്ന് കരുതിയിട്ട് ഒരുപാട് സാധു പാമ്പുകളെ കേരളത്തിൽ പലയിടങ്ങളിലേക്ക് തല്ലിക്കൊല്ലുന്നുണ്ട്. അങ്ങനെ ഗണത്തിൽപ്പെട്ട പാമ്പുകൾ ഏതൊക്കെയാണ്, അതിന്റെ വ്യത്യാസം എന്താ കാഴ്ചയിൽ എന്നുള്ളത് പറയും. വെള്ളിക്കെട്ടൻ നമ്മുടെ വെനം ഇന്റൻസിറ്റി വൈസ് ഈ വിഷത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഉഗ്രവിഷമുള്ള പാമ്പുകളിൽ ഏറ്റവും മുന്നിൽ വരുന്ന പാമ്പാണ് വെള്ളിക്കെട്ടൻ. പക്ഷെ വെള്ളിക്കെട്ടനെ കണ്ടാൽ അതുപോലെ ഇരിക്കുന്ന ഒരുപാട് വിഷമില്ലാത്ത പാമ്പുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ചുമർപ്പാമ്പ്, ചെന്നായി തലയൻ പാമ്പ് എന്നൊക്കെ പറയുന്ന വുൾ സ്നേക്സ് ആണ്. നമുക്ക് 4 ഇനത്തിൽപ്പെട്ട വുൾ സ്നേക്സ് ഉണ്ട്. ആനമല വുൾ സ്നേക്ക്, ട്രാവൻകൂർ വുൾ സ്നേക്ക്, ബാർഡ് വുൾ സ്നേക്ക്. അങ്ങനെ ഈ വുൾ സ്നേക്കുകളെല്ലാം വളയങ്ങളുള്ള പാമ്പാണ്. വെള്ളിക്കെട്ടനും ചുമരിലൂടെ കയറി വരാനുള്ള ഒരു കഴിവുണ്ട്. ഈ ചുമർപ്പാമ്പിന്റെയും പേര് കൊണ്ട് തന്നെ അത് ചുമരിലൂടെ കയറുന്ന ഒരു പ്രത്യേകത, ആ ഒരു ക്യാരക്ടർ അതിനുണ്ട്. പക്ഷെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളിക്കെട്ടന്റെ തല ഉരുണ്ട തലയാണ്. നമ്മുടെ തള്ളവിരലിന്റെ ആകൃതിയിലുള്ള തലയാണ്. മെലിഞ്ഞൊരു കഴുത്ത് അതിനുണ്ടാവില്ല. ചുമർപ്പാമ്പിന്റെ എന്ന് പറഞ്ഞാൽ അല്പം ത്രികോണാകൃതിയിലുള്ള തല, പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കണ്ണുകൾ, മെലിഞ്ഞ കഴുത്ത്, മധ്യഭാഗം അല്പം വണ്ണം കൂടുതൽ, താരതമ്യേന നീളം ചുമർപ്പാമ്പിന് കുറവായിരിക്കും. വെള്ളിക്കെട്ടന് കമ്പാരിറ്റീവ്ലി നീളം കൂടുതലായിരിക്കും. ചുമർപ്പാമ്പിന്റെ വിഷമില്ലാത്ത ചുമർപ്പാമ്പിന്റെ റിങ്സ് എന്ന് പറഞ്ഞാൽ ബാൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വീതി അല്പം കൂടുതലാണ്. സിംഗിൾ ബാൻസ് ആണ്. തലമുതലുള്ള ബാൻസ് ക്ലിയർ ആയിരിക്കും. വാലറ്റത്തേക്ക് പോകുമ്പോൾ ഈ ബാൻസ് ഫെയ്ഡായി വരും, മങ്ങി വരും. പക്ഷെ വെള്ളിക്കെട്ടന് നേരെ തിരിച്ചാണ്. അത് റിങ്സ് എന്ന് തന്നെ പറയാം. വീതി കുറഞ്ഞ റിങ്സ് ആണ്, വളയങ്ങളാണ്. അത് ചില സ്ഥലങ്ങളിൽ പെയേർഡ് റിങ്സ് ആയിട്ട് കാണാം, ഇരട്ട വളയങ്ങളായിട്ട് കാണാം. മുതിർന്ന പാമ്പിന് തല മുതലുള്ള വളയങ്ങൾ ഫെയ്ഡഡ് ആയിരിക്കും, ക്ലിയർ ആയിരിക്കും. പക്ഷെ താഴോട്ട് പോകും തോറും അല്ലെങ്കിൽ പുറകോട്ട് പോകും തോറും നല്ല ക്ലാരിറ്റി ഉള്ള റിങ്സ് ആയിരിക്കും. പിന്നെ ഈ വെള്ളിക്കെട്ടനെ പോലെ തന്നെ ഇരിക്കുന്ന ബ്രിഡൽ സ്നേക്സ് ഉണ്ട്. വളയങ്ങളുള്ള പാമ്പുകളാണ്, വിഷമില്ലാത്ത പാമ്പുകളാണ്. ഈ വുൾഫിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി നീളം കൂടിയ പാമ്പാണ്. പിന്നെ കുക്കരി സ്നേക്സ് എന്നൊക്കെ പറയും, മൂവരയൻ ചുരുട്ട എന്നൊക്കെ പറയുന്ന പാമ്പുകൾ, ഇതെല്ലാം വളയങ്ങളുള്ള പാമ്പാണ്. പിന്നെ കാട്ടുപാമ്പ് എന്ന് പറയും, ട്രിങ്കറ്റ് സ്നേക്ക്, അതും വളയങ്ങളുള്ള പാമ്പാണ്. ആക്ച്വലി വെള്ളിക്കെട്ടനാന്ന് വിചാരിച്ച ആൾക്കാർ തല്ലിക്കൊല്ലുന്നതാണ്. ഈ കാട്ടുപാമ്പിനൊക്കെ വലുപ്പം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അണലി ആണെന്ന് വിചാരിച്ചിട്ട് മലമ്പാമ്പിനെ തല്ലിക്കൊല്ലുന്നു. പിന്നെ ഈ ഇരുതലമൂരി അല്ലെങ്കിൽ മണ്ണൂലി എന്നൊക്കെ വിളിക്കുന്ന സാൻബോവാസ്, വിറ്റേക്കേഴ്സ് ബോവ, അതുപോലെ കോമൺ സാൻബോവ, ഇതൊക്കെ വിഷമില്ലാത്ത പാമ്പുകളാണ്. അണലിയാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ തല്ലിക്കൊല്ലാറുണ്ട്. തിരിച്ച് ഈ അണലിയെ മലമ്പാമ്പിന്റെ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ കയറി പിടിക്കാൻ ശ്രമിച്ചിട്ട് കടികിട്ടി മരിച്ച കേസുകളും ധാരാളം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഈ ക്ലോസ് റിസംബ്ലൻസ് ഉള്ള അല്ലെങ്കിൽ സിമിലാരിറ്റി ഉള്ള ലുക്ക് ലൈക്സ് ആണ്, ഒരുപോലെ ഇരിക്കുന്ന പാമ്പുകളാണ്.
ഏതാണെങ്കിലും അടുത്ത് പോകാതിരിക്കുക. അടുത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് സാധാരണക്കാരൻ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ എന്ന് പറയുന്നത്. ഈ അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ സർപ്പയുടെ ഒരു ഉത്ഭവത്തിലേക്ക് എത്തിയൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ വയനാട്ടിലുള്ള ആ ഒരു പെൺകുട്ടി സ്കൂളിൽ വെച്ചിട്ട് കാലിന് കടിയേറ്റിട്ട് മരണപ്പെട്ടത്. അപ്പം ആ ഒരു മരണവും അതിനുശേഷം സർപ്പ ഡെവലപ്പ് ചെയ്ത് വന്നതിനെ പറ്റിയിട്ട് ഒന്ന് ചുരുക്കി പറയും. അത് ഒന്ന് ആദ്യത്തെ സംഭവം ഇത് തന്നെയാണ്. ഷഹ്ല ഷെറിൻ എന്നുള്ള ആ കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോൾ പാമ്പിന്റെ കടിയേറ്റു. പക്ഷെ അതൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് കൂടി അത് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇന്റർവെൻഷന് ഉള്ള ഒരു അവയർനെസ് ആർക്കും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടായ ഒരു റീഡിങ്. അപ്പോൾ ഭീകരമായ ഒരു ലാക്ക് ഓഫ് അവയർനെസ് പാമ്പുകളെ സംബന്ധിച്ചും സ്നേക്ക് ബൈറ്റിനെ സംബന്ധിച്ചും നമ്മുടെ സൊസൈറ്റിയിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇതില്ല എന്നുള്ളൊരു റീഡിംഗ് ആണ് നമുക്കുണ്ടായത്. പിന്നൊന്ന് ഉത്തരാക്കൊല കേസ് തന്നെയാണ്. അതായത് പാമ്പുകളെ ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നു. പാമ്പുകളെ പിടിക്കുന്ന ആൾക്കാർ, വനംവകുപ്പിന് ഇതിൻ്റെ ഒന്നും ഒരു കണക്കുമില്ല. ആരൊക്കെയോ എവിടേക്കോ പാമ്പുകളെ പിടിക്കുന്നു, അതിനെ വിൽപ്പന നടത്തുന്നു, കൊലപാതകത്തിന് വരെ ഉപയോഗിക്കുന്നു. അപ്പോൾ പാമ്പുകളെ പിടിക്കുന്ന ആൾക്കാരുടെ കണക്ക് വനംവകുപ്പിന്റെ കയ്യിൽ വേണം, അവർ പിടിക്കുന്ന പാമ്പുകളുടെ കണക്കും വേണം. അതിനെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് വനംവകുപ്പ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ചെയ്യാം, വിഷമെടുക്കാം, കടത്താം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഒക്കെ ചെയ്യാം. പിന്നെ ഈ രണ്ട് സംഭവങ്ങൾ കൺട്രോൾ വന്നു. ഇപ്പം നമ്മൾ 2 ഘട്ടങ്ങളായിട്ട് ട്രെയിനിങ് നടത്തിയതിൽ ആദ്യത്തെ ട്രെയിനിങ് സീരീസ് എല്ലാ ജില്ലകളിലും നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രം നടത്തി. അത് കഴിഞ്ഞ് ഈ പാമ്പുകളെ പിടിക്കുന്ന ആൾക്കാർ കേരളത്തിലുടനീളം ഒരുപാട് പേരുണ്ടായിരുന്നു. ഏതാണ്ട് 650ഓളം പേര് അന്ന് ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്തു. അവരിലും കോൺഫിഡൻ്റ് ആയിട്ട് പാമ്പുകളെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. സർപ്പയിലേക്ക് നയിച്ച മൂന്നാമത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് സക്കീർ ഹുസൈൻ്റെ മരണമാണ്. നാവായിക്കുളം, തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളത്ത് വെച്ച് പാമ്പിനെ പിടിച്ച് അത് അവിടെ കൂടിയുന്ന ആൾക്കാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനിടയ്ക്ക് പാമ്പ് കടിച്ച ആൾ മരിച്ചു. അപ്പോൾ അശാസ്ത്രീയമായി പാമ്പുകളെ പിടിക്കുന്നു, അതിനെ വെറുതെ ആവശ്യമില്ലാതെ പ്രദർശിപ്പിക്കുന്നു, അപകടകരമായി പ്രദർശിപ്പിക്കുന്നു, അതിൻ്റെ കടി കിട്ടുന്നു, കടി കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഒക്കെ മാറണം. വളരെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ സേഫായിട്ടും സയൻറ്റിഫിക് ആയിട്ടുമുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് മാത്രം പാമ്പുകളെ പിടിക്കുന്ന ഒരു അവസ്ഥ വേണം എന്നുള്ളൊരു റീഡിങ്ങും കൂടെ വെച്ചിട്ടാണ് ഇതൊക്കെ 2020 മെയ്യിലും ജൂലൈയിലും ആയിട്ടാണ് ഈ 2 സംഭവങ്ങളും നടക്കുന്നത്. ഓഗസ്റ്റിൽ നമ്മൾ സർപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. 2020 ഓഗസ്റ്റിലാണ് സർപ്പ ലോഞ്ച് ചെയ്യുന്നത്. ഈ സർപ്പ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റുമാരുണ്ട്, ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, ഗവേഷകരുണ്ട്, കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ, കർഷകർ, ബിസിനസ്സുകാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അങ്ങനെ പല സർപ്പ വോളണ്ടിയേഴ്സ് ആവാം. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ആദ്യമായിട്ട് പാമ്പിന്റെ ദേഹത്ത് തൊടുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഈ നല്ല റെസ്ക്യൂയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ പാമ്പിനെ പേടിയുള്ള ആൾക്കാർ വേണം. ഈ ഒരു ഓവർ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്കാണ് കടി കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ഇതൊരു അപകടകാരിയായിട്ടുള്ള ജീവിയാണ്. നമ്മൾ അതിനെ ഉമ്മ വയ്ക്കാനോ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ ഒന്നും പോകാതെ സേഫ് ആയിട്ട് തന്നെ റെസ്ക്യൂ ചെയ്യൽ മാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് ചെയ്യാം. നമ്മൾ അതിന്റെ സ്പേസിലേക്ക് കടന്നു കയറാതിരിക്കുക, നമ്മുടെ സ്പേസിലേക്ക് അത് വരാതിരിക്കുക. നമ്മൾ ഈ പാമ്പുകളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കൺസർവേഷൻ ആക്ടിവിറ്റീസും ആവശ്യമില്ലാത്ത ജീവികളാണ്. തന്നെത്താൻ നിലനിൽക്കാനും എക്സിസ്റ്റ് ചെയ്യാനും സർവൈവ് ചെയ്യാനും പറ്റുന്ന അത്തരത്തിലുള്ള സ്കിൽസ് ഉള്ള ജീവികളാണ്. നമ്മൾ അതിനുവേണ്ടി വെള്ളം വെച്ച് കൊടുക്കുകയോ ഫുഡ് കൊണ്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട. ലോകത്ത് പലതരത്തിലുള്ള ജീവികളുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പൊതുവെ കേട്ടിരിക്കും, കണ്ടിരിക്കും. പക്ഷെ അതിലൊക്കത്തിലും വ്യത്യസ്തമാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. അതിന്റെ രൂപം തന്നെ ചിലർക്ക് പേടിയാണ്, അതിന്റെ കാഴ്ച പേടിയാണ്, അതിനെ പറ്റി കേൾക്കുന്നത് തന്നെ പേടിയാണ്. എത്ര ദൂരത്തുനിന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് തന്നെ എത്ര പേടിയുള്ള ആളുകൾ കേട്ടിരിക്കുമെന്ന് തന്നെയുള്ള സംശയമാണ്. എങ്കിലും പാമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് മിത്തുകൾ പൊളിക്കാൻ പറ്റി. അതിൻ്റെ കുറേ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് കേൾക്കാൻ പറ്റി. അതിൽ ഒത്തിരി നന്ദി. താങ്ക് യു.